السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا نهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة، تركتهم على المحجة البيضاء، فجزاك الله ما هو أهلك وأعطاك الله سؤلك، وصلى الله عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا، ومن أحياها فكأنما أحيا الناس جميعا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിൻ പൂക്കൾ നാം, കലഹങ്ങൾ പിന്നെ എന്തിന് നമ്മിലെ കലഹങ്ങൾ പിന്നെ എന്തിന്? ഇസ്ലാമും ഹിന്ദുവും ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. ആദരണീയനായ എൻ്റെ ആത്മസുഹൃത്ത് മുഹമ്മദ് അലി ഉസ്താദ് അവർകളെ, വേദിയിലുള്ള സഭാധ്യക്ഷൻ, ദുആ നിർവഹിച്ച ഖത്തീബ് ഉസ്താദ്, മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, സദസ്സിലെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയ സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, മറ്റു മീഡിയ സഹായികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ മജ്ലിസിൻ നൂറിൻ്റെ സദസ്സിൽ ഷഹീദ് നസീറുദ്ദീൻ്റെ നഗറിൽ ഒരുമിച്ച് കൂടാൻ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഗമത്തിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു. അവൻ്റെ നിഅമത്ത് സദാ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ 2 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ നാടിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഇതുപോലുള്ള മനോഹരമായ ഒരു സദസ്സിൽ
മജ്ലിസിന്നൂറിന്റെ ഉദ്ഘാടന വേളയിൽ ആ ആത്മീയമായ സദസ്സിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മഹാനവറുകൾ വിശദീകരിച്ചു. അങ്ങകലെ ഗൂഡല്ലൂരിൽ ഒരു സ്ഥലത്ത് മജ്ലിസിന്നൂറിന്റെ വാർഷിക മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടി തങ്ങളവറുകൾ പോയത്. മനോഹരമായി ബദരീങ്ങളുടെ ഫളായിലുകൾ പിഷ്ടപേഷണം നടത്തിക്കൊണ്ട് തങ്ങളിങ്ങനെ വിശദീകരിച്ചു പോയി. ചടുലമായ മലയാള സാഹിത്യത്തിലൂടെ ഏവരാലും ഹഠാദാകർഷിച്ച ആ പ്രസംഗത്തിന്റെ പ്രധാന ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനും നോട്ട് ചെയ്തത്. ഗൂഡല്ലൂരിൽ തങ്ങളവറുകളുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം അവിടെ ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് വേണ്ടി ആവശ്യമായ മെറ്റീരിയൽസിന്റെ സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കവേ വർഷങ്ങളായിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു സ്ത്രീ ആ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ട് ഒരു സൈഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കവേ കട്ടിലകൾ സംഭാവന ചെയ്തവർ, ഒരുപാട് സിമന്റുകൾ, മെറ്റൽ തുടങ്ങി ആവശ്യമായ സാമഗ്രികളൊക്കെ ഓരോരുത്തരായിട്ട് ഏറ്റെടുക്കവേ അറിയാതെ ഈ സഹോദരിയും അങ്ങ് പറഞ്ഞുപോയി. ശബ്ദം വർഷങ്ങളായി പുറത്തേക്ക് വെളിയിലേക്ക് വന്നിട്ട് ആ സഹോദരിയും മജ്ലിസിന്നൂറിലെ ആവേശം, അള്ളാഹുവിലും ബദരീങ്ങളിലുമുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവിടെ നിന്നുറക്കെ വിളിച്ചു പറഞ്ഞു, 5 ചാക്ക് ഞാനും തരാമെന്ന്. ആ ഉറച്ച സംസാരം കൊല്ലങ്ങൾക്ക് ശേഷം സമുദായവും അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ കേൾക്കുകയാണ്. ആരാണ് ഈ ശബ്ദിച്ചത്? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു, 5 ചാക്ക് സിമന്റ് എന്റെ വക തരാമെന്ന്. അത്ഭുത പരതന്ത്രയായവർ, കൂടെ നിന്നവർ സ്വന്തം കൂട്ടുകാരിക്ക് തന്റെ ഫോൺ സമ്മാനിക്കുകയും തന്റെ ഭർത്താവ് ഫ്രണ്ടിൽ ജെൻസിന്റെ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. അവരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയാണ്, ഞാനാ നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ ഫോൺ കട്ട് ചെയ്തു. ആരാണെന്നെ മനോഹരമായ സദസ്സിനെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടൊരു പെണ്ണിന്റെ കോള്. വീണ്ടും വിളിച്ചു, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അവസാനം തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിശ്വാസം വരാതിരുന്നപ്പോ നിങ്ങളുടെ ഭാര്യ തന്നെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. സീറ്റിൽ നിന്നെണീറ്റു സ്ത്രീകളുടെ ഏകദേശ ഭാഗത്തേക്ക് വരികയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അത്രയും അത്ഭുതം മജ്ലിസിന്നൂറിൽ എന്നവർ കണ്ടു. തങ്ങൾ പറയുന്നു, ഞാനതിന് സാക്ഷിയാണ്. കഴിഞ്ഞ മാസത്തെ മജ്ലിസിന്നൂറിൽ, ഇവിടെ നടന്ന മജ്ലിസിന്നൂറിൽ ഒരു അമുസ്ലിം സ്ത്രീ നേർച്ചയാക്കുകയും അവരുടെ മഹത്തായ ആ ഒരു നന്മ, കൊല്ലങ്ങളായി സന്താന ലബ്ധിയില്ലാതിരുന്നപ്പോ നിങ്ങളുടെ മജ്ലിസിന്നൂറിലേക്കൊരു നേർച്ച നേരുകയും ഇന്നവർക്ക് അതിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ സംഖ്യ തന്നെ ഈ സദസ്സിലേക്ക് തരാമെന്നേറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ബന്ധപ്പെട്ടവരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഈ നാടിന്റെ അനുഭവമാണ് മജ്ലിസിന്നൂറിന്റെ അനുഭവമാണ്. മജ്ലിസിന്നൂർ ചെറുതായി കാണരുത്. നാടുനീളെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇജാസിയത്തിൽ അങ്ങ് ശംസുലുലമയിൽ നിന്ന്, അങ്ങ് ഉപ്പയിൽ നിന്നൊക്കെ നേരിട്ട് ലഭിച്ച ഇജാസിയത്ത് കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിന് തങ്ങളവർകൾ അങ്ങ് നൽകുകയും യൂണിറ്റുകളടക്കം വീടുകളിലൂടെ മൊബൈൽ മജ്ലിസിന്നൂറുകൾ വരെ ഏതൊരങ്ങാടിയിലും 4-5 മാസത്തിൽ മജ്ലിസിന്നൂറുകൾ നടക്കുന്ന എക്സ്ട്രാ സദസ്സുകൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. മജ്ലിസിന്നൂറിന്റെ ഖ്യാതി കിതംഗങ്ങൾ കടന്ന് അങ്ങ് കേരളത്തിന്റെ പുറത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
എവിടെ പോയാലും ടൈറ്റിൽ പരിപാടിയുടെ മജ്‌ലിസുന്നൂറിന്റെ വാർഷികമെന്നാണ്. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ആ ഒരു ലേബലിലാണ്. അല്ലാഹു ബദരീങ്ങളുടെ മദദ് നമ്മൾ ചെന്നപ്പെടുന്ന സകല സോണുകളിലും പടച്ചവൻ തന്നനുഗ്രഹിക്കുമാറാവട്ടെ. സദാ അള്ളാഹുവിന്റെ കരുണ കടാക്ഷം നമ്മിൽ അല്ലാഹു വർഷിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ അല്പം നെഞ്ചിടിപ്പോടെ എന്നാൽ ഒരുപാട് പ്രതീക്ഷകളോടെ ഷഹീദ് നസീറുദ്ദീന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നാട് ആ ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ. നിങ്ങളൊക്കെ കണ്ടനുഭവിച്ചവർ, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പുറം നാടുകളിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകളും ആ ഒരു സഹതാപ നിമിഷങ്ങളുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തികട്ടി വരുന്നത്. ആ ഷഹീദിന്റെ നഗറിൽ ഒരുമിച്ച് കൂടുമ്പോൾ ജീവിതകാലമത്രയും ദീനിന് വേണ്ടി, വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നവർ ഖുർആൻ പരാമർശിച്ച പോലെ ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തകരാത്ത തൂണാണെന്ന് പ്രഖ്യാപിച്ച് നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി, ആതുര സേവനത്തിന് വേണ്ടി പുരുഷായുസ് ചെലവഴിച്ചുകൊണ്ട് ഏവരുടെയും സഹതാപം പിടിച്ചുപറ്റി ഒരുപാട് പ്രാർത്ഥനകൾക്ക് വേദി ഒരുക്കി കടന്നുപോയ ഷഹീദ് നസീറുദ്ദീൻ, അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നാളെ കാണാൻ നമുക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അവസരമൊരുക്കി തരുമാറാവട്ടെ. കൊലപാതകം മഹാപാതകം തന്നെ എന്ന കാലിക പ്രസക്തവും അറിഞ്ഞിരിക്കേണ്ടതും സ്വന്തം ജീവിതത്തിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം കുടുംബത്തിലൊക്കെ പുലർത്തേണ്ടതും സാമൂഹിക ജീവിയായ മനുഷ്യന്റെ മനസ്സിനകത്തെപ്പോഴും പ്രധാന സ്ഥാനം നൽകേണ്ടതുമായ ഒരു സബ്ജക്റ്റ് ചുരുങ്ങിയ സമയത്തിൽ എന്നാൽ കഴിവ് കൊണ്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 99 ഔസാഫുകൾ, അല്ലാഹുവിന്റെ സിഫത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്നകൾ. നമ്മുടെ സമുദായത്തിന് 99 ഏകദേശം 1000-ഓളം അസ്മാഉൽ ഹുസ്നകളുണ്ട്. മുൻകഴിഞ്ഞു പോയ പ്രവാചകരിലും അവിടുത്തെ കിതാബുകളിലുമായിട്ടത് രേഖപ്പെട്ടു. എന്നാൽ 99 അസ്മാഉൽ ഹുസ്നകളിൽ പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം പരിശുദ്ധ ഖുർആനിൽ ഉടനീളം 114 സൂക്തങ്ങളിലൂടെ 114 തവണ വ്യക്തവും ആയത്തുകൾക്കിടയിലൂടെ അല്ലാതെയും പടച്ച തമ്പുരാൻ പറഞ്ഞു പോയ 2 പേരുകൾ അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ടത് അർ-റഹ്മാനു അർ-റഹീം എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൗബ സൂറത്തിൽ അതില്ലെങ്കിലും അല്ലാഹു നംൽ സൂറത്തിൽ 2 തന്ന് പരിഹരിച്ചു കളഞ്ഞു. 114 ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ഭൂമി ലോകത്ത് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും, അവനെ ത്വാഅത്ത് ഉള്ളവർക്കും അവനെ അനുസരിക്കാത്തവർക്കും, അവനെ ശിർക്ക് ചെയ്തുകൊണ്ട് അവനെ പരിഹസിക്കുന്നവർക്കും അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവർക്കും ഒരുപോലെ സുഹൃതം നൽകുന്ന പടച്ച തമ്പുരാൻ റഹ്മാൻ. അർ-റഹീം. നാളത്തെ ലോകത്ത് പടച്ച തമ്പുരാൻ ഇവിടെ ആരാണോ എനിക്ക് വേണ്ടി ജീവിച്ചത്, ആരാണോ ഞാൻ കൊടുത്ത സുഹൃതങ്ങൾക്ക് ശുക്ർ ചെയ്തത്, 1 മിനിറ്റിൽ 3 കോടിയിലധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിഅമത്തുകളെ ഞാൻ അവന് കൊടുത്തിട്ട് അല്ലാഹ് അൽഹംദുലില്ലാ എന്നാരാ പറഞ്ഞുപോയത്? മനുഷ്യ ശരീരത്തിൽ 360ഓളം മഫ്സലുകൾ, ഈ കാണുന്ന വിരലിൽ മാത്രം 3ഓളം കെണുപ്പുകൾ, ബന്ദികൾ.
ശരീരത്തിലാകെ ഒരു മിനിറ്റിൽ 300 കോടി 3 കോടിയിലധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിഅമത്തുകൾ 24 മണിക്കൂറിൽ അല്ലാഹു 60 മിനിറ്റുകളായിട്ട് ഒരു മണിക്കൂറിൽ തന്നെ 3x60 മിനിറ്റ് ഒന്ന് കാൽക്കുലേഷൻ നടത്തിയാൽ നമ്മുടെ കാൽക്കുലേഷനുകളും നമ്മുടെ മോണിറ്ററുകളും നമ്മുടെ സകല ഇൻസ്ട്രുമെന്റ്സുകളും തകർന്നു പോകുമാർ അവന്റെ നിഅമത്തുകളുടെ പറുദീസകൾ. ആ നിഅമത്ത് അനുഭവിച്ചുകൊണ്ട് ആരാണോ എനിക്ക് ശുക്ർ ചെയ്തത്, കൺപോളകൾക്ക് മാത്രം പടച്ച തമ്പുരാൻ ഒരു മിനിറ്റിൽ 11 തവണ ഈ കാണുന്ന 570 സംതിങ് മെഗാ പിക്സൽ പവറുള്ള പടച്ച തമ്പുരാന്റെ ക്യാമറ കണ്ണുകൾ അവന്റെ നിഅമത്തിനാൽ മനുഷ്യന്റെ ശരീരത്തിൽ മനോഹരമായി ഫിറ്റ് ചെയ്ത 570-ലധികം മെഗാ പിക്സൽ പവറുള്ള കാഴ്ചകൾ ആ കൃഷ്ണമണികൾക്ക് പോറലേൽക്കാതിരിക്കാൻ 11 തവണ ചിമ്മി തുറക്കുന്ന കൺപോളകൾ. 11 നിഅമത്ത് കണ്ണിന് മാത്രം മിനിറ്റിൽ. ഞാനും നിങ്ങളും അറിയാതെ 3 മണിക്കൂർ സിനിമ കണ്ടിരിക്കുന്ന ആൾക്ക് പോലും ആ നിഅമത്ത് ഡിസ്കണക്ട് ചെയ്യാതെ പടച്ച തമ്പുരാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രമാണ് നമ്മോട് ഇഷ്ടമുള്ളത്. ഈ പള്ളിയിൽ 5 തവണ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നുറക്കെ ഡെയിലി വിളിച്ച് പറയുന്നത് അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. രക്ഷയിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് തന്റെ മഖ്ലൂക്കിനെ മനുഷ്യരെ പടച്ച തമ്പുരാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നത് 5 തവണ. എനിക്കിഷ്ടപ്പെട്ട പ്രേമവാചനത്തെ കാണാൻ, നമ്മളെ കാണാൻ 5 തവണയാണ് പടച്ച തമ്പുരാൻ വിളിച്ചു വരുത്തുന്നത്. ഇതുപോലെ ഒരു സ്നേഹിതൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇതുപോലെ ഒരു ഫ്രണ്ട്, ഇതുപോലെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദിവസം നമ്മൾ ഓരോരുത്തരെയും കാണാൻ വേണ്ടി പടച്ച തമ്പുരാൻ അനൗൺസ് ചെയ്യുന്നത് 5 തവണയാണൊന്ന് വരണേ എന്റെ വീട്ടിലേക്കൊന്ന് കാണാൻ പൂതി കൊണ്ട്. ഏതെങ്കിലും നിസ്കാരങ്ങളുടെ നിയ്യത്ത് വച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവുമായിട്ട് മുനാജാത്തിലാണ് ഞാനും നിങ്ങളും മുഖം തിരിച്ച് പടച്ചവനിൽ നിന്ന് മാറിക്കളയുക എന്നല്ലാതെ പടച്ച തമ്പുരാൻ നമ്മളെ കൺസിഡർ ചെയ്യാതെ പോകുന്നില്ല. മനോഹരമായ സൃഷ്ടിയുടെയും സൃഷ്ടാവിന്റെയും മടക്ക് കിടക്കുന്ന ആ ഒരു ഇന്റർവ്യൂ, ആ ഒരു സംസാരം, ആ ഒരു നന്മ ചോദിക്കൽ, ആവശ്യമായത് ചോദിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഞാനും നിങ്ങളുമാണ് പടച്ചവന്റെ മുന്നിൽ നിന്ന് ഇന്റർവ്യൂ അവസാനിപ്പിച്ച് തിരിച്ചു പോരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ഞാനും നിങ്ങളും പറഞ്ഞു മുഖം തിരിക്കുന്ന സമയത്ത് പോലും പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നത് എന്റെ മഖ്ലൂക്ക് മുഖം തിരിക്കരുത്. വിശാലവും ദീർഘവുമായ പ്രാർത്ഥനകൾ സമ്മേളിക്കുന്ന വലിയ വലിയ നിസ്കാരങ്ങളെ കൊതിക്കുന്ന അല്ലാഹ്, ആ പടച്ചവന് തിരിച്ച് നമ്മൾ എന്താ കൊടുത്തത്? എന്നാൽ ദുനിയാവിൽ ഇതെല്ലാം മനസ്സറിഞ്ഞിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി ശുക്ർ ചെയ്ത ആളുകൾക്ക് മാത്രം കരുണ കൊടുക്കുന്ന പടച്ച തമ്പുരാൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ശീലിക്കേണ്ടത് എന്റെ സ്വഭാവമാണ്, എന്റെ സ്വഭാവമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ എന്റെ സ്വഭാവമാണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. എന്റെ സ്വഭാവം റഹ്മാനാണ്. അതാരായാലും, വിശ്വസിക്കുന്നവരായാലും വിശ്വസിക്കാത്തവരായാലും കരുണ ചെയ്യുക എന്നതാണ് എന്റെ ധർമ്മം, ഞാൻ ചെയ്യുന്ന ഗുണം. അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവണേ. ആരായാലും ഒലിച്ചിറങ്ങുന്ന രക്തത്തിന്റെ കളർ സെയിമാണെന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണേ സദാസമയത്തും. നമ്മുടെ ആശയങ്ങളിലേക്ക്, നമ്മൾ പോകുന്ന ചിന്താഗതികളിലേക്ക്, നമ്മുടെ റൂട്ടിലേക്ക് സകല മനുഷ്യരും വരിക എന്നത് ബോധതലത്തിൽ വെളിച്ചമുള്ളവർക്ക് സാധ്യമല്ലാത്തതാണ്. എല്ലാവരെയും ഒരേ റൂട്ടിൽ സന്നിവേശിപ്പിക്കാൻ, എന്നാൽ അവരെ ഉൾക്കൊള്ളാൻ
കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ റഹ്മാൻ എന്ന സിഫത്താണ് നമ്മുടെ ജീവിതത്തിന്റെ സദാ സമയങ്ങളിലും ഉണ്ടാവേണ്ടത്. ആ സിഫത്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചക പ്രഭുവിനെയും പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് അനുഗ്രഹം ചെയ്യുന്ന ഹബീബേ, ലോകത്തിന്റെ രാജകുമാരനെ, മദീനയുടെ നിലാവേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ആ ഹബീബിന്റെ ഫോളോവേഴ്സിന് എങ്ങനെയാണ് മറ്റുള്ളവരോട് കരുണ തോന്നാതെ പോകുന്നത്? എന്റെ സഹോദരിമാർ, ഏതെങ്കിലും ഒരു വിറകിന്റെ കഷ്ണം നിങ്ങൾ അടുപ്പിലേക്ക് തീയിലേക്ക് തിരികെ വെക്കുന്ന സമയത്ത് ആ വിറകിന്റെ കഷ്ണം കൊട്ടിയിട്ട് വേണം വെക്കണേന്ന് പഠിപ്പിച്ച ഹബീബല്ലേ നമ്മുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോക്കനട്ട് ഷെല്ലായാലും മറ്റു ടിമ്പറിന്റെ കഷ്ണങ്ങളായാലും ഏത് വസ്തുവായാലും അടുപ്പിലേക്ക് ഓവനിലേക്ക് ചേർത്ത് വെക്കുമ്പോ അതിലേതെങ്കിലും ചെറിയ ഇൻസെക്ട്സുകൾ, ഏതെങ്കിലും ചെറിയ ഉറുമ്പിൻ അതിന്റെ മേൽ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവയെ തീയിലേക്ക് വെക്കരുത് എന്ന് പഠിപ്പിച്ച ഹബീബിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അറുത്തിടാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് കൈയിന് ബലം നൽകുന്നത്? എങ്ങനെയാണ് ഈ മനസ്സിത്രയും മലീമസമായി പോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിത്രയും ശിലകളെക്കാളപ്പുറം കടുത്തുപോയത്? മുഅ്മിനേ, അള്ളാന്റെ റസൂല് ഖുർആൻ ഓതിയിട്ട് മാഇദയിലെ 32-ാമത്തെ ആയത്തോതി നമ്മളെ പഠിപ്പിച്ചത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ഒരു ശരീരത്തെ ആരെങ്കിലും നശിപ്പിക്കുകയും ആരെങ്കിലും നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുകയും ചെയ്താൽ അവനാ മുഴുവൻ ശരീരങ്ങളെയും കൊല ചെയ്തതിന് സമാനമാണെന്ന് പരിശുദ്ധ ഖുർആന്റെ മാഇദ 32-ാമത്തെ ആയത്ത്. ഒരു ശരീരത്തെ ആരെങ്കിലും ഈ ഭൂമി ലോകത്ത് വെച്ച് നശിപ്പിച്ചാൽ അത് മുസ്ലിമല്ലെന്ന്, അത് ക്രിസ്ത്യാനിയാണെന്ന്, അത് തന്റെ ആശയങ്ങളുടെ പിന്നാലെ വരാത്തവനാണെന്ന് ആരെന്ന് പറഞ്ഞില്ലല്ലോ പരിശുദ്ധ ഖുർആൻ. വിശാലമായ ഫ്രാങ്ക് മൈൻഡോടെ സംസാരിച്ചു പോയല്ലോ പരിശുദ്ധ ഖുർആൻ. ഒരു ശരീരത്തെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ആളുകളെയും കൊന്ന ആ ഒരു ശിക്ഷയുടെ കാരണക്കാരൻ അത്രയും വലിയ പാതകമാണവൻ ചെയ്തു പോയത് എന്ന് സൂറത്തു മാഇദ പറയുമ്പോ, കേരളത്തിലെന്നല്ല സകല നാടുകളിലും ഇതുപോലുള്ള കൊലപാതകങ്ങൾ, മനുഷ്യജീവനുകൾ ഡെയിലി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണേ, എത്ര ഗൗരവമാണ് ഈ പേരിൽ നാം ജീവിക്കുമ്പോ. അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ട്രസ്പാസ് ചെയ്യാൻ പറ്റുന്നത്? വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയുടെയും തഖ്വയുടെയും സഹായികളായിട്ടാ മാറേണ്ടത്. നാട്ടിൽ ഫിത്നയും നാട്ടിൽ പ്രയാസവും നാട്ടിൽ ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കാനല്ല നമ്മൾ ജീവിതം ചിലവഴിക്കേണ്ടത്. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ചിലവഴിക്കേണ്ട അപൂർവ മൊമെന്റുകൾ മുഴുവനും നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി, ആതുര സേവനത്തിന് വേണ്ടി, സൊസൈറ്റിയുടെ പ്രോഗ്രസിന് വേണ്ടി, നന്മയുടെ കാവലാളായി, ദീനിന്റെ പ്രചാരകരായിട്ട് ജീവിക്കാനാണ് നമ്മുടെ സമയങ്ങളെ വിനിയോഗിക്കേണ്ടത്. ആരെങ്കിലും മനഃപൂർവ്വം ഒരു മുഅ്മിനിനെ വധിച്ചാൽ ഫജസാഉഹു ജഹന്നമു ഖാലിദാ, അയാൾ എന്നെന്നും നരകത്തിലാണ് അയാളുടെ അവസാനം പോയി കിടക്കാനുള്ളത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആന്റെ
നിസാ സൂറത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു. എത്രമാത്രം ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങളെ പടച്ചവൻ സമീപിച്ചിട്ടുള്ളത്. ശറഇന്റെ സമീപനങ്ങൾ എത്ര ക്ലിയറാണ്. യഖ്റുജുനുകും മിനന്നാർ യതകല്ലം യഖൂലു വക്കിൽതുൽ യൗമ ബിസലാസ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് കഴുത്ത് നീണ്ട ഒരു ത്വായിഫത്ത്, ഒരു വിഭാഗം നരകത്തിൽ നിന്ന് ഉയർന്നു വരികയും ആ വിഭാഗം വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, പടച്ചവൻ 3 ആളുകളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, എവിടെ പോയവർ എന്ന്. അവിടുന്ന് നരകത്തിൽ നിന്നൊരു വിഭാഗം സൃഷ്ടികൾ എണീച്ചു വന്ന് ചോദിക്കുമെന്ന്. ആരാണ് ഈ വിഭാഗക്കാർ? 3 പേരെ പടച്ച തമ്പുരാൻ ശിക്ഷിക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചതാണ്. ഒന്ന് ബികുല്ലി ജബ്ബാരിൻ അനീദ്, ഋജിവീശുകായ അക്രമം മാത്രം ചെയ്ത് ജീവിതം തള്ളി നീക്കിയ, ഭീതിയോടെ തന്റെ കാൻഡിഡേറ്റ്സ്, ഭീതിയോടെ തന്റെ വോട്ടർമാരെ സമീപിക്കുന്ന MLA-മാർ, പേടിയോടെ അവരെ മുന്നിലൊന്ന് പുഞ്ചിരിച്ചു പോലും നിൽക്കാൻ അവസരമില്ലാത്ത ജബ്ബാരിങ്ങളായ ഭരണകർത്താക്കളെ അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ശിക്ഷിക്കാനെന്ന് നരകത്തിൽ വച്ച് ഒരു പുതിയ സൃഷ്ടികൾ ഇങ്ങനെ എണീറ്റുവെന്ന് നാളെ പറയാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം പടച്ചവൻ ഞങ്ങളെ ഏൽപ്പിച്ചത് വമിമൻ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖറ, പടച്ചവനോട് മറ്റൊരാളെ പങ്കു ചേർത്തവർ. ഈ ഭൂമിലോകത്ത് സൃഷ്ടാവ് വേറെയുമുണ്ട്. കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ, സമുദ്രത്തെ നിയന്ത്രിക്കുന്നവൻ, മലകളെ നിയന്ത്രിക്കുന്നവൻ പടച്ചവൻ അല്ല, വേറെ ആളുണ്ടെന്ന് പറയപ്പെടുന്നവർ, ഇവരെയും ഞങ്ങളെ ഏൽപ്പിച്ചതാണെന്ന് ഈ സൃഷ്ടികൾ പറയുന്നുണ്ട്. മൂന്നാമത്തവർ വബിമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, അന്യായമായിട്ടൊരു ശരീരത്തെ കൊന്നുകളഞ്ഞ ആളെ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. എവിടെ പോയവരെന്ന് നാളെ നരകത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് പൊന്തി വരുന്ന ഒരു സൃഷ്ടികൾ, ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഫയന്തവേ അലൈഹിം, അവരെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുകയും അവരെ കൊണ്ടുപോകുകയും ചെയ്യും. ഫയുഖ്ദിഫുഹും ഫീ അമറാത്തി ജഹന്നം, നരകത്തിന്റെ ആഴികളിലേക്ക്, ഡെപ്തുകളിലേക്ക് അവരെ വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 വിഭാഗം ആളുകളെ പ്രത്യേകമായ സൃഷ്ടികൾ ശിക്ഷിക്കാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. 1 ശിർക്ക് വെച്ചവർ, 2 അഹങ്കാരത്തോടെ നാട്ടിൽ ജീവിച്ചു പോയവർ, 3ാമത്തത് അന്യായമായി ഒരു ശരീരത്തെ കൊന്നുകളഞ്ഞ ആളുകൾ. ശ്രദ്ധിക്കണേ, ആരായാലും ഏത് സമയങ്ങളിലായാലും ഒരാളെയും കൊല്ലാൻ പാടില്ലാത്തതാണ്. പരിശുദ്ധ ദീനിന്റെ ശറഅ് നമ്മളോട് പറയുന്നത് അവരുടെ വലിയ വലിയ നാളെ ചെന്നെത്താൻ പോകുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ്. മൻ ഖതല മുആഹിദൻ, ഒരാളെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ 200 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പോലും അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കില്ലെന്ന്, ആസ്വദിക്കാൻ സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഇന്നത്തെ കൊലപാതകങ്ങളുടെ സ്റ്റാറ്റസ്? എവിടെയാണ് കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ സ്റ്റാറ്റസ്? ഇന്നെവിടെയാണ്? അവരുടെയും പേരുകൾ മുസ്ലിമാണ്, അവരുടെയും പേര് മുഹമ്മദാണ്, അവരും നമ്മുടെ മതത്തിലെ മെമ്പേഴ്സ് ഉള്ളവരാണ്. അവിടെയാണ് എനിക്ക് സങ്കടമുള്ളത്. എന്റെ സംസാരം അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്നവരോടാണ്. വലിയ പാതകമല്ലേ നമ്മൾ ഡെയിലി ചെയ്തു പോകുന്നത്? ഖത്ലുൽ മുഅ്മിനി അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നുകളയുക എന്നത് മിൻ സവാലി ദുനിയ, ദുനിയാവ് തന്നെ നശിക്കുന്നതിനേക്കാളും നശിപ്പിക്കുന്നതിനേക്കാളും പ്രാധാന്യമുണ്ട് പടച്ചവന്റെ അടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നുകളയുക എന്നത്. ഈ കാണുന്ന മെറ്റീരിയൽ വേൾഡ് ഞാനും നിങ്ങളും തകർത്ത് കളഞ്ഞാലും പടച്ചവന്റെ അടുക്കൽ ഇത്ര വേദനയോ, പടച്ചവൻ ഇത്ര പരിഗണനയോ ഇല്ല. എന്നാൽ എന്റെ സൃഷ്ടികളിൽ ഒരു മുഅ്മിനിനെ ഒരാൾ വധിച്ചു കളഞ്ഞാൽ അത് അല്ലാഹുവിന് സഹിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യമാരനെ നസ്രുദ്ദീൻ, നിങ്ങൾ എത്ര വലിയ ഷഹീദായിട്ടാൽ ഇവിടെ നിന്ന് കടന്നുപോയത്.
നംകനൗമത്തിൽ ഗറൂസ് വരണേ, ആദ്യ രാത്രിയിൽ പുതുമളമാളനെ പോലെ കടന്നുറങ്ങണേ എന്ന് മാലാകമാര് നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടാകില്ലേ? ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നതല്ലേ? കുല്ലു ദംബിൻ അസല്ലാഹ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ദോഷങ്ങളും പുറത്തു കൊടുക്കാം. എന്നാൽ രണ്ടാളുടെ പാപങ്ങളെ പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കില്ലെന്ന് നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, രണ്ടുപേരുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കില്ല, അവന്റെ കുംഭസാരം പടച്ചവൻ സ്വീകരിക്കില്ല. ഏതാണെന്നറിയുമോ? ഒരാള് കാഫിറായിട്ട് മരിച്ചുപോയാൽ, ഇല്ല റജുൽ യമൂതു കാഫിറാ, അമുസ്ലിമായിട്ട് മരിച്ചുപോയവന്റെ തൗബ നാളെ പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ലെന്ന്. മാത്രമല്ല, ബിർറജുലു യുഖ്തലു മുഅ്മിനൻ മുതഅമ്മിദാ, മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയും അവസരം നോക്കിയിട്ട് കൂരിട്ടുള്ള ഏരിയയിൽ ജനസാന്നിധ്യമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ആരാ കൊല്ലുന്നതെന്നോ എന്തിനാണ് ഞാൻ വധിക്കുന്നതെന്നോ അറിയാതെ ഒരാളെ വെട്ടിവീഴ്ത്തുകയും ചെയ്യുന്നത്, അള്ളാഹു നാളെ അവന് ബോധോദയമുണ്ടായി പടച്ചവനിലേക്ക് കൺഫസ് ചെയ്താലും പടച്ചവൻ സ്വീകരിക്കില്ലെന്ന് ലോകത്തിന്റെ രാജകുമാരനെ അങ്ങ് പറഞ്ഞു പോയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയായി കൊലപാതകം ചെയ്തു പോയവരുടെയൊക്കെ അവസ്ഥകൾ ചിന്തിക്കണേ. ആരായിരുന്നാലും ചിന്തിക്കണേ. ആരെന്നതല്ല, എന്തെന്നതല്ല, ആരുടേതെന്നതല്ല, പ്രശ്നമെന്തെന്നല്ല നമ്മുടെ ചർച്ച. ഈ വിഷയത്തെ സമീപിക്കുന്നിടത്ത്, അപ്രോച്ച് ചെയ്യേണ്ടിടത്ത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാ ചർച്ച ചെയ്യുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞ് കഅബയെ ഓരോ കല്ലുകളായിട്ട് ഹജറൻ ഹജറ, ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ കഅബയെ ഒരാൾ പൊളിച്ചു കളയുന്നതിനേക്കാളും മഹാപാപമാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരു മുഅ്മിനിനെ വധിച്ചു കളയുന്നത് എന്ന് ത്വായിഫിന്റെ മർദിദരെ, ഖൈബറിന്റെ പടനായകനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. കോടാനകോടി മനുഷ്യർ ഒരു ദിവസം 5 തവണയെങ്കിലും ചുരുങ്ങിയത് തിരിഞ്ഞു നിൽക്കുന്ന കഅബ ഓരോ കല്ലുകളായിട്ട് പൊളിച്ചു കളയുന്നതിനേക്കാളും വലിയ തെറ്റാണ് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നതെന്ന് ഹബീബ് പഠിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുട്ടികളെ പോലും പഠിപ്പിക്കുന്നത്, അവർക്ക് പോലും കളിക്കാൻ കൊടുക്കുന്ന ഗെയിമുകൾ ഏത് തരത്തിലുള്ളതാണ്? ഷൂട്ട് ചെയ്യുന്നതാണ്. എന്റെ ഉമ്മമാർ, എന്റെ ഉപ്പമാർ, ഇതുപോലുള്ള ഗെയിമുകളൊന്ന് ശ്രദ്ധിച്ചു കളയണേ. ഇന്ന് കുട്ടികൾ പോലും പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ ഐ വിൽ കിൽ യു, ഐ വിൽ ഷൂട്ട് യു എന്നൊക്കെയാണ്. ഈ ഒരു സംസ്കാരം വളർന്നു വന്നാൽ എന്താ ഇവിടെ സംഭവിക്കാൻ പോണത്? അതുകൊണ്ട് ഇതുപോലുള്ള ഗെയിമുകൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടിയല്ലേ, അത് കളിയല്ലേ, ഗെയിമല്ലേ എന്ന് കരുതി നിസ്സാരവൽക്കരിക്കാതെ ഐ വിൽ കിൽ യു, ഐ വിൽ ഷൂട്ട് യു എന്നൊക്കെ ചെറുപ്പത്തിലെ കുട്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ നാളെ, അവന്റെ മാനസിക തലം നാളെ എവിടെയായിരിക്കാം? അങ്ങ് ജൂദായിസത്തിന്റെ സകല സപ്പോർട്ടുകളോടും കൂടെ അവരുടെ തന്ത്രത്തിന്റെ പിന്നിലാണ് ഇന്ന് സകല ഗെയിമുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. വാങ്ങിച്ചു കൊടുത്തില്ലേ നമ്മുടെ മക്കൾക്ക് വലിയ ലാപ്പുകൾ, വലിയ ഐപാഡുകൾ, വലിയ ടാബുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷൂട്ടിങ്ങുകൾ, അതുപോലെ കാർ റേസിങ്ങുകൾ, അതുപോലെ ഒരുപാട് ഗെയിമുകൾ അവന്റെ ടാബിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു റോളുമില്ലാത്ത ഒരുപാട് ബിക്നി ഡ്രസ്സ് ധരിച്ച പെണ്ണുങ്ങൾ നടന്നു പോകുന്ന, സഹോദരിമാർ നടന്നു പോകുന്ന രംഗങ്ങളുണ്ട് ഗെയിമുകളിൽ. ജൂതന്മാർക്കറിയാം, ഇവിടെ ഞങ്ങളുടെ ആധിപത്യമുണ്ടാവണമെങ്കിൽ ദജ്ജാല് വരണം, ദജ്ജാലാണ് അവസാനത്തെ ഞങ്ങളുടെ നേതാവ്. ആ ദജ്ജാല് വരണമെങ്കിൽ ഇവിടെ വ്യഭിചാരം വർദ്ധിക്കണം, അഭിസാരികമാര് കൂടുതലുണ്ടാവണം. അതിനു വേണ്ടി ചെറിയ ഗെയിമുകളിലടക്കം, പിള്ളേര് കളിക്കുന്ന ഗെയിമുകളിലടക്കം സ്ത്രൈനാഭിനിവേശം വളർത്താൻ വേണ്ടിയിട്ട് ഒരു റോളുമില്ലാത്ത അർദ്ധനഗ്നരായ സ്ത്രീകളെ ഗെയിമിലെ ഫുട്പാത്തിലൂടെ കാർ റേസിംഗ് നടക്കുമ്പോൾ നടന്നു പോകുന്ന എത്രയോ ഗെയിമുകൾ. ചിന്തിക്കണേ,
ഇത് കണ്ട് വളരുന്ന കുട്ടിക്ക് നാളെ ഉമ്മ ഏത്, നാളെ പെങ്ങളേത്, ഗെയിമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ജൂദായിസത്തിന്റെ മുൻകൂട്ടിയുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നത്. വ്യഭിചാരം വളർന്നു കാണണം. നാടിന്റെ മധ്യത്തിൽ വെച്ച് വ്യഭിചരിക്കുമ്പോ അന്നൽപ്പമെങ്കിലും ഈമാനുള്ള മനുഷ്യൻ ഒന്നും മാറി നിൽക്കണേ. ജനങ്ങൾ അപങ്കുരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിമധ്യത്തിൽ നിന്ന് ഒന്ന് മാറി വ്യഭിചരിച്ചൂടെ എന്ന് ചോദിക്കുന്ന കാലം ഖിയാമിന്റെ തലേനാൾ സംഭവിക്കാനിരിക്കുന്നതാണ്. അതാണ് ദജ്ജാലിന്റെ പുറപ്പാടിന്റെ തുടക്കവും. അത് വരാൻ വേണ്ടിയിട്ട്, അതിന്റെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ജൂതന്മാര് കണ്ടെത്തിയതാണ് ഇതുപോലുള്ള ഗെയിമുകളിൽ സ്ത്രൈനാഭിനിവേശം ചെറുപ്പത്തിലെ കുട്ടികളിൽ വളർത്തുന്നതിന് വേണ്ടി. ഒരു റോളുമില്ലാത്ത, ഒരു പോയിന്റ് പോലും വർദ്ധിപ്പിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ ഗെയിമുകളിൽ പോലും ഇതുപോലുള്ള നഗ്നമേനി പ്രദർശിപ്പിക്കുന്ന പെണ്ണുങ്ങളെ നടത്തിപ്പിച്ചത്. ശ്രദ്ധിക്കണേ, ഇതുപോലുള്ള ഗെയിമുകൾ ഇന്ന് തന്നെ പിടിച്ചു വച്ചില്ലെങ്കിൽ നാളെ കൊലപാതകങ്ങളും അഭിസാരികമാരും വ്യഭിചാരികളും നാട്ടിന്റെ സന്തുലിതാവസ്ഥ തകരുമാർ ഈ നാട്ടിൽ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾ വരെ പറയാൻ ഐ വിൽ കിൽ യു. കൊലപാതകം നിസ്സാര. മൻ അദാ മുഅ്മിനൻ ഫഖദ് ആദാനി. ആരെങ്കിലും ഒരു മുഅ്മിനിനെ പ്രയാസപ്പെടുത്തിയാൽ അവൻ പ്രയാസപ്പെടുത്തിയത് എന്നെയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപാതകം ചെയ്ത ആളുടെ, അതിൽ പങ്കാളിയായ ആളുടെ, അതിന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുടെ, കൊലപാതകം നടന്നപ്പോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളെ അവരുടെയൊന്നും തൗബ പടച്ച തമ്പുരാൻ സ്വീകരിക്കാൻ പോകുന്നില്ലെന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ എക്സ്പീരിയൻസിൽ, ചരിത്രങ്ങളിൽ, കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഇബ്നു അബ്ബാസ് തങ്ങളവർകളെ, കൊലപാതകം ചെയ്ത ആൾക്ക്, മർഡർ ചെയ്ത ആൾക്ക് നാളെ അള്ളാഹുവിന്റെ സവിധത്തിൽ ചെന്നാൽ അവിടെ അവർക്ക് പാപമോചനത്തിന് വല്ല വഴിയുമുണ്ടോ? ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ഒന്നുകൂടെ പറ, ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കണേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അബ്ബാസ് തങ്ങളെ, കൊലപാതകം ചെയ്ത ആൾക്ക് നാളെ തൗബക്ക് അള്ളാഹുവിന്റെ അടുത്ത് വല്ല ചാൻസുമുണ്ടോ, വല്ല അവസരവുമുണ്ടോ? അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടെ ചോദിക്കാൻ എനിക്ക് മനസ്സിലായില്ല. 3-4 തവണ ആവർത്തിച്ച് ഈ ചോദ്യം തന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ തന്റെ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് എണീറ്റ് ഉഷാറായിരുന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടെ ചോദിക്കാ, ചോദ്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. കൊലപാതകം ചെയ്ത ആളുകൾക്ക് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വല്ല സഹതാപവും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല. സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മുതഅല്ലിഖൻ റഅസഹു, ആ കൊല ചെയ്യപ്പെട്ട ആളുടെ തലയുമായിട്ട്, ആ കൊന്ന ആളില്ലേ, ആ കൊല ചെയ്യപ്പെട്ട ആള് നാളെ മഹ്ശറിലേക്ക് വരുന്നത് അയാളുടെ തല ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ താങ്ങിയിട്ടാണ്. കൊല ചെയ്യപ്പെട്ട മരിച്ചു വീണ ആള്, ആ ഷഹീദ് നാളെ കടന്നു വരുന്നത് അവരുടെ തല അയാളുടെ ഇടത് കൈയിൽ ഇങ്ങനെ വെച്ചിട്ടാണ്. നാളെ ഷഹീദ് നസ്രുദ്ദീൻ വരുന്നത് ആ തല ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ താങ്ങിയിട്ടാണ്. അടുത്ത കൈ, മറ്റേ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ടുണ്ട്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നത്, ഹാദാ ഖതലനീ, ഇവനാണ് എന്നെ കൊന്നത്. ആ വീട്ടുകാരൻ, അക്കാണുന്നവൻ അവൻ തന്നെ, അവനാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞ് ആ തല ഇങ്ങനെ സ്വയം താങ്ങിയിട്ട് മറ്റേ കൈ കൊണ്ട് ഇശാറത്താക്കിയിട്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരും കൊല ചെയ്യപ്പെട്ട ആളുകളൊക്കെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ
സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അങ്ങനെ തല ഒരു കൈയിൽ പിടിച്ചിട്ടാണ്, താങ്ങിയിട്ടാണ് നാളെ വരാൻ പോകുന്നത് നമ്മുടെ ഷഹീദ്. മറ്റേ കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന അവനാണെന്നെ കൊന്നത്, അവനാണെന്നെ കൊന്നത് എന്ന് പറഞ്ഞ് കടന്നു വരികയും എന്നിട്ട് അള്ളാഹുവിന്റെ സിംഹാസനം കിടക്കുന്നിടത്തേക്ക് പടച്ചവന്റെ സാന്നിധ്യത്തിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലുകയും ചെയ്യും നമ്മുടെ ഷഹീദ്. എന്നിട്ട് പടച്ചവനോട് പറയും ഹാദാ ഖതലനീ, ഇവനാണ് എന്നെ കൊന്നത് എന്ന് പറയുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൊലയാളിയെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, ഫയഖൂലുല്ലാഹ് തഅസ്ദ അൻത യാ ഖാതിൽ, നിനക്ക് വലിയ നാശം സംഭവിച്ചു പോയല്ലോ. കൊല ചെയ്യപ്പെട്ട ആളുടെ ആ ഒരു വേദന ഞാനെങ്ങനെ കാണാതെ പോകും? അതുകൊണ്ട് നിനക്കെന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ലല്ലോ. ഇവിടെ രക്ഷപ്പെട്ടാലും നാളെ അള്ളാഹു അയാളോട് പറയുന്നത് നീ വലിയ നാശത്തിലാണെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഹബീബ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കാത്തില് നാളെ മഹ്ശറയിലേക്ക് സ്വയം തന്റെ തല തന്റെ കൈ കൊണ്ട് തന്നെ താങ്ങിപ്പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കാത്തിലിനെ ചൂണ്ടിക്കാണിച്ച് കടന്നു വരികയും അവന്റെ ആവലാതി കാണുമ്പോ കൊന്നാളെ പടച്ചവൻ വിളിച്ചിട്ട് പറയുന്നത് നീ വലിയ നഷ്ടത്തിൽ തന്നെ, നിന്നോട് എനിക്ക് സഹതാപം തോന്നാൻ എങ്ങനെ സാധിക്കും? ഇയാൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് കണ്ടില്ലേ, ദുനിയാവിലും അയാൾക്ക് കഷ്ടപ്പാട്, ഇവിടെയെങ്കിലും അയാൾക്കൊരു നന്മയും, അയാൾ ഇവിടെയെങ്കിലും ഒന്ന് വിജയിക്കണ്ടേ, ഇവിടെയെങ്കിലും തല ഉയർത്തി നിൽക്കണ്ടേ, ഇവിടെയും നിനക്ക് ഞാൻ രക്ഷ തന്നാൽ, നിനക്ക് ഞാൻ കരുണ തന്നാൽ ഞാൻ എന്ത് നീതിമാനാണെന്ന് ചോദിക്കുന്നു. അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. എത്ര വലിയ ഗൗരവാണ്! ആരും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിൽ എത്തിപ്പെടരുത്, ഇതുപോലുള്ള ചിന്താഗതിക്കാരെ കൂടെ പോലും ഇരുന്ന് പോവരുത്. നമ്മുടെ നാളത്തെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ഏതൊരാളുടെ കൊലയുടെ കുറ്റത്തിന്റെ അംശവും ഖാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചെയ്യപ്പെടുമെന്നാണ്. ആദ്യ പിതാവ് പഹല ആദ്മി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മകന്റെ ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് ഇവിടെ നടക്കുന്ന സകല കൊലകളുടെയും അംശം എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല, എന്റെ സമുദായത്തിൽ അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിൽ ആ കൊല പരിചയപ്പെടുത്തിയത് ഖാബീലല്ലേ. ആ ഖാബീലിനാണ് ലോകത്ത് നടക്കുന്ന സകല കൊലകളുടെയും ഉത്തരവാദിത്തത്തിന്റെ ഒരംശം ചെന്ന് ചേരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഈ കൊല നടന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം സ്റ്റേറ്റ് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇന്നും രാമേശ്വരത്ത് പോയാൽ നമുക്ക് ഹാബീൽ എന്ന് പറയുന്ന ആ ആദ്യത്തെ കൊല ചെയ്യപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന്റെ ഖബർ കാണാം. ഇത് നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, നമ്മുടെ അയൽ സംസ്ഥാനത്ത് രാമേശ്വരത്താണ് അത് നടന്നത്. ഈ ഖാബീലിന്റെ കൊല ആദ്യം നടന്നത് അവിടെയാണ്. ഈ സമുദായത്തിൽ ആദ്യമായിട്ട് നടന്ന കൊല അതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബക്കറ്റ് പിരിവ് വളരെ ചെലവൊക്കെ നിങ്ങൾക്കറിയാം. ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ നല്ല ഒരു സംഖ്യ തന്നെ, 100 കഴിയുന്നവർ 100 തന്നെ, ശബ്ദമുണ്ടാക്കാത്ത നല്ലൊരു സംഖ്യ. മജ്ലിസിന്നൂറിന്റെ സദസ്സാണ്. അതിന്റെ ഫളായിലുകൾ വളരെ മനോഹരമായി നിങ്ങൾക്കൊക്കെ അറിയാം, അനുഭവിച്ചറിഞ്ഞതും പറഞ്ഞു കേട്ടതുമൊക്കെയാണ്. ആ ഒരു സദസ്സിനെ മനോഹരമായി നമുക്കും അനുഭവിപ്പിക്കുമാറ് നല്ല ഒരു സംഖ്യ സദഖ ചെയ്തുകൊണ്ട് പടച്ചവനിലേക്ക് നമ്മുടെ വിഷയങ്ങളൊക്കെ സമർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും തീർത്തു തരുമാറാവട്ടെ. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദി ഇലൈക ലഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ.
ഹാബീലിന് വേണ്ടി കല്യാണം കഴിക്കാൻ വെച്ച സ്ത്രീയെ ഹാബീലിന് ഇഷ്ടമാവുകയും ഹാബീൽ പറഞ്ഞു എനിക്ക് വേണം, വിട്ടു തന്നേക്ക്, അല്ലെങ്കിൽ ഐ കിൽ യു, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ പാപമായി നിന്ന ഹാബീൽ പറഞ്ഞത് സൂറത്ത് യൂനുസിന്റെ 25-ാമത്തെ സൂറത്ത് ബക്കറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, സൂറത്ത് മാഇദയിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി വിശദീകരിച്ച് കാണണം. ഹാബീലിനോട് ഹാബീൽ പറഞ്ഞത്, നീ എന്റെ നേരെ കൊല്ലാൻ വാളോങ്ങിയാലും മാ അന ബിബാസിത് യദി ഇലൈക, നിന്നിലേക്ക് എന്റെ കൈ നീളില്ല കേട്ടോ ഹാബീൽ, അത് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ മനോഹരമായ മെസ്സേജ് കൈമാറിപ്പോയ ഹാബീലിന്റെ മനോഹരമായ മെസ്സേജ് കൈമാറിക്കൊടുത്ത ഹാബീൽ. ആ ഹാബീൽ എന്നവരെ ഇന്നും മറപ്പെട്ട് കിടക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആദം നബി നമ്മുടെ നാട്ടുകാരനാണ്. ഒരു ലാംഗ്വേജിൽ പോലും മനുഷ്യ സമുദായത്തിന് ആദം എന്ന് പറയുന്നില്ല. എന്നാൽ ഇന്ത്യയിലെ ഒരു ഭാഷയിൽ ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഒരു ലാംഗ്വേജിലും അങ്ങനെയില്ല അല്ലേ? പഹല ആദ്മി, ഈ ആദമിലേക്ക് ചേർത്തിയിട്ടാണ് ആദ്മി എന്ന് ഉപയോഗിക്കുന്നത്. ആദം നബി ഇന്ത്യയിലാണ്. അവരുടെ മകനായ ഖാബീലിന്റെ അക്കൗണ്ടിലേക്കാണ് ലോകത്ത് നടക്കുന്ന സകല കൊലകളുടെയും ഒരംശം എത്തിച്ചേരുന്നത്. കാരണം ആദ്യമായിട്ട് കൊല നടത്തിയത് അവരാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട്, ഒരു ശരീഅത്ത് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട്, അള്ളാന്റെ ഹബീബ് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്കാണല്ലോ ശരീഅത്ത് എന്ന് പറയാറുള്ളത്. അങ്ങനെ ഒരു യുദ്ധം പങ്കെടുത്ത് കഴിഞ്ഞ് തിരിച്ച് വിജയപേര് മുഴക്കി മദീനയിലേക്ക് വിജയശീലാളിതരായി മടങ്ങി വന്നപ്പോ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് യുദ്ധത്തിന്റെ സകല മൊമെന്റുകളും വിശദീകരിച്ചു കൊടുത്തു. ആര്? ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു. അവരിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ യുദ്ധരംഗങ്ങളെ വിശദീകരിക്കുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ ഉസാമത്ത് ബിൻ സൈദ് തങ്ങൾ നബിയോട് പറഞ്ഞു, നബിയേ, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഒരു കൊലയാളി, ഒരു ശത്രുപക്ഷത്തിന്റെ ഒരാള് എന്റെ പിന്നാലെ ഓടി വന്നപ്പോ ഞാൻ അയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വാളുമേന്തി അയാളെന്റെ പിന്നാലെ കൂടി രണാങ്കണത്തിൽ വെച്ച് ഞാൻ രക്ഷപ്പെട്ട് കളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ അയാളുണ്ട് ഒറ്റക്കൊരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഞാൻ 2-3 സഹാബത്തിനെ വേറെയും കൂട്ടിയിട്ട് വാളുമായിട്ട് ഞങ്ങൾ ഒരാളെ നേരിടാൻ കുറെ പേര് ഒരുമിച്ച് ചെന്നപ്പോ അയാള് കൊല ചെയ്യുമെന്ന് ഉറപ്പായപ്പോ കയ്യിലുണ്ടായിരുന്ന വാള് തൊട്ടടുത്ത ഈത്തപ്പനയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാൾ ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പടച്ച തമ്പുരാന്റെ പ്രേമഗാനം അയാളങ്ങ് പാടിക്കളഞ്ഞപ്പോ ഞങ്ങളത് ഗൗനിച്ചില്ല, ഞങ്ങളത് കൺസിഡർ ചെയ്തില്ല. ഞങ്ങൾ നേരെ ചെല്ലുകയും അയാളെ വധിക്കുകയും ചെയ്തു എന്ന് ഇവര് ചെയ്ത കാര്യത്തെ ബൂസ്റ്റ് ചെയ്ത് ഹബീബിനോട് വിശദീകരിച്ചപ്പോ ഹബീബിന്റെ മുഖമങ്ങ് ചുവന്ന് തുടുക്കാൻ തുടങ്ങി. നബി ചോദിച്ചു, ഉസാമ അഖതലഹു ബഅദൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാള് വധിച്ചോ ഉസാമ എന്ന് ചോദിച്ചു നബിയുനാ റസൂലുള്ളാഹ്. ഉസാമ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബിയേ, അയാൾക്ക് ഉറപ്പാണ് ഞങ്ങൾ അയാളെ വധിച്ചു കളയുമെന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് അയാൾക്ക് വിശ്വാസമുണ്ടായത് കൊണ്ടല്ല അയാളങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ആർക്കാണ് അറിയാത്തത്, കൊല്ലാനാകുന്ന സമയത്ത് ഫിർഔന് പോലും പറഞ്ഞില്ലേ, ആമൻതു ബിറബ്ബി മൂസാ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസയുടെയും റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചെന്ന്. ഫിർഔന് പോലും, അഹങ്കാരിയായ ഫിർഔന് പോലും മരണവെപ്രാളത്തിൽ വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇയാളും അങ്ങനെ തന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് ഉറപ്പായപ്പോ രക്ഷപ്പെടില്ലെന്ന സാഹചര്യത്തിലാണ് അയാൾ പറഞ്ഞത്. മനസ്സറിഞ്ഞിട്ട് അയാള് മുസ്ലിമായിട്ടില്ലല്ലോ, മനസ്സറിഞ്ഞയാള് മുസ്ലിമായിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വധിച്ചത് എന്ന് ന്യായം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞത്, അവലാ ശഖഖത ഖൽബഹു യാ ഉസാമ, അയാളെ കൽബ് നിങ്ങൾ പിളർത്തി നോക്കിയോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിയ്യത്ത് എങ്ങനെയാണെന്ന്. ഓഹോ, എന്താണ് ആ ചോദ്യം?
അവലാ ശഖഖത ഖൽബഹു യാ ഉസാമ. ഉസാമ, നിങ്ങൾ പറയുന്നത് അയാളെ കൽബിൽ ഈമാനില്ല, രക്ഷപ്പെടാൻ പറഞ്ഞതാണെങ്കിൽ നിങ്ങളയാളെ കൽബ് പൊളിച്ചു നോക്കിയിരുന്നോ അയാൾ കപട വിശ്വാസിയാണെന്ന്? വീണ്ടും പറഞ്ഞു, നബിയെ ഉറപ്പ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. നബി വീണ്ടും ആവർത്തിച്ചു, അവലാ ശഖഖത ഖൽബഹു യാ ഉസാമ. മോശമായി പോയി ഉസാമ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാള് നിങ്ങൾ കൈവച്ചല്ലോ, വാള് വെച്ചല്ലോ, അയാളെ ശരീരത്തിൽ മോശമായി പോയെന്ന് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുമ്പോഴൊക്കെ റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് തങ്ങൾ പറയുന്നു, ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ടിയില്ലായിരുന്നു, ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നാ മതിയായിരുന്നു എന്ന് മനസ്സിൽ വേദന വരുമാറ് കാണുമ്പോഴൊക്കെ എന്റെ ഹബീബനോട് ചോദിച്ചു, ചെയ്തത് തെറ്റായി പോയല്ലോ ഉസാമ. അഖതലഹു ബഅദൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശത്രുപക്ഷം ആ ഒരു ചെറിയ സാധ്യത ഉണ്ടായിട്ട് പോലും ഹബീബിന്റെ പ്രതികരണം ഇതാണ്. പിന്നെങ്ങനെയാണ് സമസ്തയുടെ വാർഷിക മഹാസമ്മേളനത്തിലേക്ക് പോവാൻ ആക്കം കൂട്ടിയ ചെറുപ്പക്കാരന്റെ മേലെ കൈവെക്കുമ്പോൾ അവലാ ശഖഖത ഖൽബ, നിങ്ങളയാളെ കൽബ് പിളർത്തി നോക്കിയിരുന്നോ കാബാലികരെ? അള്ളാഹു നമ്മൾക്ക് നല്ല ബോധം തരട്ടെ. എന്തൊരു വലിയ വിഷയമാണ് ഈ ചർച്ച ചെയ്തു പോണത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ നറ ഇലാ മുഅ്മിനിൻ, ഒരു മുഅ്മിനിലേക്ക് ഒരാള് അയാളിൽ നിന്റെ നോട്ടം കൊണ്ട് ബേജാറ് വന്നാൽ, പേടി തോന്നുമാറ് അയാളെ സൂക്ഷിച്ച് നീ നോക്കുന്നത് പോലും അല്ലാഹു നിന്നെ നാളെ മഹ്ശർ എന്ന സ്ഥലത്ത് വെച്ച് അഖാഫഹുല്ലാഹു തആല യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഒരാളെ പേടിപ്പിക്കുമാറ് നീ സൂക്ഷിച്ചു നോക്കിയാൽ അയാൾക്ക് വിഷമം തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറയിൽ ഒരു തണലില്ലാത്ത ദിവസം അല്ലാഹു നിന്നെയും പേടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? ഒരാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾക്ക് ബേജാറായി പോയി, പടച്ചോനെ ഇയാൾ എന്തിനാ നോക്കണത്? എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ പോലും നാളെ മഹ്ശറയിൽ പടച്ച തമ്പുരാൻ ശിക്ഷ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു മുസ്ലിം എന്ന പേര് തന്നെ അസ്ലമ, രക്ഷപ്പെട്ടവൻ എന്നാണ്. രക്ഷപ്പെട്ടവൻ, സകലരുടെയും പ്രയാസങ്ങളിൽ നിന്ന് ഇവൻ ഒരാൾക്കും ഒരു പ്രയാസവും വരുത്താതെ, മാനസികമായി അഭിമാനത്തിലൊന്നും കൈവെക്കാതെ, പീഡനങ്ങൾ നൽകാത്ത ഒരാൾക്കാണ് അസ്ലമ യുസ്ലിമു മുസ്ലിം എന്ന് പറയാം. അക്രമവും അനീതിയും തീവ്രവാദവും നടത്തുന്നവർക്ക് മുസ്ലിം എന്ന നാമം തന്നെ ചേരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനിസിലൂടെ പറഞ്ഞത്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, രക്ഷയുടെ ഭവനത്തിലേക്ക് വരണേ എന്ന അനൗൺസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. എവിടേക്ക്? രക്ഷയുടെ ഭവനത്തിലേക്ക്. ഇലാ ദാരിസ്സലാം, രക്ഷയുടെ ഭവനത്തിലേക്ക് വരണേ എന്നാണ് അള്ളാഹുവിന്റെ വിളി തന്നെ. അങ്ങനെയാണ്, അനൗൺസ് തന്നെ. എല്ലാവരെയും നരകത്തിലേക്കല്ല വിളിക്കുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ വിളിക്കുന്നത് രക്ഷയുടെ പീസ് ഏരിയകളിലേക്കാണ്, സമാധാനത്തിന്റെ ഇടങ്ങളിലേക്കാണ് ക്ഷണിക്കുന്നത്. പലരും പറയുന്നത് സ്വർഗത്തിൽ പോവാനാണ് ഞാൻ ജീവൻ ത്യജിച്ചത്, സ്വർഗത്തിലെത്താനാണ് ഞാൻ എൻ്റെ ജീവൻ കൊടുത്തത്, ഇസ്ലാമിനാണ് ഞാൻ എൻ്റെ ജീവൻ കൊടുത്തത്. പൊന്നുമോനെ, വാഫിക്കൊരവസരം തരുമോ നിന്റെ ഹൃദയത്തിന്റെ അകത്തൊന്ന് കടന്നിരിക്കാൻ, ആ തോളത്തൊന്ന് കൈവയ്ക്കാൻ? ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. പടച്ച തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുന്നത് ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്കാണെങ്കിൽ ഇവിടെ അക്രമവും ഭീകരവാദവും വലിയ തീവ്രവാദവും നടത്തിയിട്ട്, നാട് മുഴുവൻ പേടിയോടെ നിലനിർത്തിയിട്ട്, നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ട്, നാടിന് മുഴുവനും വോട്ടിട്ട് കാബാലികന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരായാലും ഇവിടെ നിരങ്ങുന്ന സമയത്ത്, അല്ലാഹുവേ, ഇങ്ങനെ കടന്നു പോയിട്ട് എങ്ങനെയാ നമുക്കവിടെ സമാധാനത്തിന്റെ വീട്ടിലേക്കെത്താൻ? ഇവിടെ അസമാധാനം സൃഷ്ടിക്കുന്നവർക്ക് പറ്റുമോ? അല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം,
സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോവാൻ, സമാധാനമായി ജീവിച്ച് ആരെയും നോവിക്കാതെ പോയാലല്ലേ പറ്റുള്ളൂ. അപ്പോഴല്ലേ പൊന്നുമോനെ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥനയാണ്, പടച്ചവനെ നീ സമാധാനമാണ്. മിൻകസ്സലാം, എല്ലാ സമാധാനവും നിന്നിൽ നിന്നാണ്. വഇലൈക യർജിഉസ്സലാം, രക്ഷയിലേക്കാണ് നീ ഞങ്ങളെ ക്ഷണിക്കുന്നത്. മടക്കവും സമാധാനത്തിന്റെ ഭൂമികയിലേക്ക്, സ്വർഗത്തിലേക്കാണ്. സമാധാനം സമാധാനം സമാധാനദാഹിയായ ഒരാൾക്ക്, സമാധാന ഭൂമികയിലേക്ക് നടന്നു പോവേണ്ട ഒരാള് ഈ ഭൂമിയിൽ അസമാധാനം സൃഷ്ടിച്ചാൽ എങ്ങനെയാണ് എത്തിപ്പെടാൻ സാധിക്കുക? ചെറിയ ബുദ്ധി പോലെ ഇതൊന്ന് ചിന്തിക്കാൻ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. കരങ്ങളും അവന്റെ നാവുകളും മറ്റൊരാൾക്ക് പ്രഹരമേൽക്കാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നവനാണ് മുസ്ലിം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കാണുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും, രക്ഷ ഉണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ. ആരിൽ നിന്ന് രക്ഷ? പറയുന്ന എന്നിൽ നിന്ന് രക്ഷയുണ്ടാവണം. ആരോടാ പറഞ്ഞത്? അയാൾക്ക്. അയാളോട് സലാം പറഞ്ഞ് നാട്ടിലെന്തോ പ്രസ്റ്റേജ് കിട്ടാൻ വേണ്ടി സലാം പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവനെതിരെ കുറ്റം പറഞ്ഞാൽ ഈ സലാമിന് എന്തർത്ഥമുള്ളത്? നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. സലാം അലൈക്കും, സലാം എറിഞ്ഞു പിടിപ്പിച്ച് ഈ സലാമിന്റെ അർത്ഥം രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ആദ്യമായിട്ട് പറഞ്ഞാളുടെ നാവിൽ നിന്ന് രക്ഷ വേണം, പറഞ്ഞാളിൽ നിന്ന് രക്ഷ വേണം. അയാളോട് സലാം പറഞ്ഞ് പിരിഞ്ഞ് അപ്പുറത്ത് ചെന്ന് ഫോൺ വിളിക്കുകയാണ് കൊലപാതകികൾക്ക്. ഇവിടെയുണ്ട്, അവിടെ മദ്രസയുടെ അടുത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്നവൻ. ഈ സലാമിന് എന്തർത്ഥാണോ ഉള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞവന്റെ രക്ഷയെങ്കിലും അവനുണ്ടാവണ്ടേ. അപ്പയല്ലേ സലാമിന് അർത്ഥമുള്ളൂ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇന്നലെ ചക്കുംകടവ് എന്ന് പറയുന്ന കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഒരു പാപ്പയുടെ അണ്ട് നേർച്ചയിൽ ഇതുപോലുള്ള വിശാലമായ ഏരിയകളൊന്നുമില്ലാതെ ഭിത്തികളിലേക്ക് ഈ ബോക്സിന്റെ ശബ്ദം ഇങ്ങനെ വന്ന് എക്കോ അധികമായപ്പോൾ പ്രയാസം സൃഷ്ടിച്ചപ്പോൾ അത് കുറക്കുകയും പിന്നെ നമ്മുടെ വോക്കൽ കോഡ്സിൽ നിന്ന് നമ്മളെ സ്വയം ശബ്ദത്തിൽ ഒരുപാട് നേരം സംവദിക്കേണ്ടി വന്നതിന്റെ പ്രയാസം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശബ്ദ സൗകുമാര്യത അവന്റെ ദീനിന്റെ ഇഹ്സാനിയത്തിന് നന്മക്ക് ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാൻ. അൽ ഖാതിലു ഇദൽ തഖാ മുസ്ലിമാൻ ബിസൈഫിഹിമാ. രണ്ട് കാത്തിലങ്ങൾ കൊന്നവനും കൊല ചെയ്യപ്പെട്ട ആളും നാളെ മഹ്ശറയിൽ വരും. റസൂലുള്ള കഥ പറഞ്ഞു കൊടുത്തു സഹാബിമാർക്ക്. ഫഖതല അഹദഹുമാ. രണ്ടിൽ ഒരാൾ കൊന്നു. അഹദഹുമാ സാഹിബ. അയാളുടെ കൂട്ടുകാരനെ ഒരാൾ കൊല ചെയ്തപ്പോ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. രണ്ടുപേരും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു നിന്ന സഹാബത്ത് ചോദിച്ചു, നബിയേ അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഞാൻ ഒരാളെ കൊന്നാൽ ഞാനും നരകത്തിൽ, കൊല ചെയ്യപ്പെട്ട ആള് ആരെയാണോ ഞാൻ കൊന്നത് അയാളും നരകത്തിലാണെന്ന് ഹബീബ് പറഞ്ഞപ്പോഴാണ് സഹാബത്ത് ചോദിച്ചത്, നബിയേ ഹാദൽ ഖാതിൽ, ശരി തന്നെ, കൊല ചെയ്ത ആള് നരകത്തിലാണെന്ന് ശരി തന്നെ. എന്നാൽ ഫമാ ബാലുൽ മഖ്തൂൽ, കൊന്ന് ആരെയാണോ ഞാൻ വധിച്ചത് അയാൾ എങ്ങനെയാണ് നരകത്തിന്റെ അവകാശിയാകുന്നത്? അത് പാടില്ലല്ലോ, അതിലെന്തോ വിഷയമുണ്ടല്ലോ, ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഹബീബേ എന്ന് ചോദിച്ചു ഹബീബിനോട് സഹാബത്ത്. രണ്ടാളെങ്ങനാ നരകത്ത് പോവാ? കൊന്നാൾ ഓൾറെഡി നരകത്തിലാണ്, ശരി തന്നെ, എന്നാൽ വധിക്കപ്പെട്ട ആളും എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത്?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബി. ഇത് നമ്മൾ ഇന്ന് പറയുന്ന പോലത്തെ വിഷയമല്ല. രണ്ടുപേരും ഒരുപോലെ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും രണ്ടുപേരും ഒരുപോലെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് വരികയും രണ്ട് മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ പ്രശ്നത്തിൽ ഏറ്റുമുട്ടാൻ വരികയും അതിലൊരാൾ മരിച്ചു താഴെ വീഴുകയും ചെയ്താൽ രണ്ടുപേരും തുല്യമായിട്ട് നരകത്തിലാണ്. എന്തേ കാരണം? രണ്ടുപേരുടെയും ആഗ്രഹം മറ്റവനെ കൊല്ലണമെന്നായിരുന്നു. പക്ഷേ ഇവന്റെ നീക്കം ആദ്യം നടന്നുപോയത് കൊണ്ട് അയാൾ വധിക്കപ്പെടുകയുണ്ടായി. അയാളെ മനസ്സിലും അയാളെ തിരിച്ചു വെട്ടണമെന്നുണ്ടായിരുന്നല്ലോ, അവനെ വധിക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ വന്നത്. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സംഘട്ടനത്തെ ഹബീബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അബ്ഖലുന്നാസ്, ഏറ്റവും മൈസറായ ആള് സമുദായത്തിൽ സലാം പിശുക്കുന്ന ആളാണ്, സമാധാനം പരക്കട്ടെ എന്ന് വിചാരിക്കാത്ത ആളാണ്. ഏറ്റവും മോശം സമുദായത്തിലെ പിശുക്കനായ ആളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ സമയത്ത് ആദ്യം നടത്തിയ പ്രസംഗത്തിന്റെ സ്പീച്ചിലെ കണ്ടന്റ് 4 വിഷയമായിരുന്നു. 1 അഫ്ശുസ്സലാം, 2 അത്ഇമുത്താം, 3 വസിലുൽ അർഹാം, 4 വസല്ലാ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സമാധാനത്തോടെ സ്വർഗത്തിൽ പോവണമെങ്കിൽ ഹബീബ് മദീനയിലെത്തിയിട്ട് നടത്തിയ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഈ 4 വിഷയമായിരുന്നു. 1 സലാം വർദ്ധിപ്പിക്കണേ, പരസ്പരം സലാം പറയാ, എല്ലാവർക്കും രക്ഷയുണ്ടാവട്ടെ, പരസ്പരം സ്നേഹം വർദ്ധിക്കട്ടെ, സഹവർത്തിത്വത്തോടെ നാള് പുതിയ ഒരു നാമ്പുകളിലേക്ക് തളിരിടട്ടെ, മനോഹരമായ സമാധാന അന്തരീക്ഷം നാട്ടിൽ വ്യാപിക്കട്ടെ. സലാം പറ കാണുന്നവരോടൊക്കെ. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈപിടിച്ചാൽ ഇവന്റെ കൈകളിലൂടെ അവന്റെ കയ്യിലേക്ക് ആ ഒരു സ്നേഹത്തിന്റെ കണക്ഷൻ ഉണ്ടാവുകയും പരസ്പരം മനസ്സുകൾ തമ്മിൽ സംവദിക്കുമെന്നാണ്, സ്നേഹം തളിയിടുമെന്നാണ്. രണ്ടാമത്തേത് അത്ഇമുത്താം, എല്ലാവരും പരസ്പരം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യണേ, അതും സ്നേഹം സമാധാനവും നിലനിർത്താനാണ്. വസിലുൽ അർഹാം, കുടുംബ ബന്ധം നിലനിർത്തണേ. 4മത്തേത് വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോ എണീറ്റ് നിന്ന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്ത്, അല്ലാഹുവേ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ അവർക്ക് നാളെ രക്ഷയോടെ സമാധാനത്തോടെ സ്വർഗത്തിൽ പോവാമെന്ന്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പടച്ചവനെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവർ, നാട്ടുകാർക്ക് ദുആ ചെയ്യുന്നവർ, എന്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ ദുആ ചെയ്യുന്നവർ, ആ രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ മറ്റവന്റെ നേരെ ബോംബ് വെക്കാൻ സമയം വിനിയോഗിച്ചാൽ എങ്ങനെയാണ് സ്വർഗത്തിലെത്താൻ സാധിക്കുക? 4 കണ്ടന്റിൽ അവസാനം പറഞ്ഞത് രാത്രിയുടെ ഇരുട്ടുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് നാട്ടിൽ ഫിത്നയുണ്ടാക്കാനല്ല, അല്ലാഹുവിന്റെ സമാധാനദാഹിയായ പടച്ച തമ്പുരാനോട് ദുആ ചെയ്യാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വന്നിട്ട് ആദ്യം പഠിപ്പിച്ചത് അൻസാരികളെ, ആദ്യം പഠിപ്പിച്ചത് മുഹാജിറുകളെ, അഫ്ശുസ്സലാം വഅത്ഇമുത്താം വസിലുൽ അർഹാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. സമാധാനം, സമാധാനം, സമാധാനം. ഇനി നമുക്ക് ചെല്ലാനുള്ളതും സമാധാനം എന്ന ലോകം. അള്ളാഹു നമുക്കൊക്കെ അവന്റെ ഔദാര്യമായിട്ട് മജ്‌ലിസുൻ നൂറിന്റെ സദസ്സിനെ ഭംഗിയാക്കി തന്നതിന്റെ സബബ് കൊണ്ട് നാളെ സ്വർഗം തരട്ടെ. നാളെ അള്ളാഹു സ്വർഗാവകാശികളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. മാലിക് എന്ന നരകമാലാകയുടെ ലിസ്റ്റിലാണ് പാപിയായ വാഫയുടെയും ഉസ്താദിന്റെയും നിങ്ങളുടെയൊക്കെ പേര് ഈ സമയത്ത് അള്ളാഹു ചേർത്ത് വെച്ചതെങ്കിൽ ഇവിടെ വന്നതിന്റെ സബബ് കൊണ്ട്, ഈ നസിയത്ത് കേട്ടതിന്റെ സബബ് കൊണ്ട്, ഷഹീദിന്റെ നഗരിൽ സമ്മേളിച്ച ആ ഒരു ഫളല് കൊണ്ട് അള്ളാഹു നാളെ റിസ്വാൻ എന്ന മാലാകയുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ പേര് മാറ്റി ആഡ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. 3 കാര്യം ചെയ്ത ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ പോവാൻ സാധിക്കുമെന്നാണ്
കുറഞ്ഞ വിചാരണ നേരിട്ടാൽ മതി എന്നാണ്. ആരാണ് ഒന്നാമത്തെ ആള്? ഫൽയഅഫു അമ്മൻ ലലമഹു, ആരെങ്കിലും നമ്മൾ ആക്രമിച്ചാൽ മാപ്പ് ചെയ്തു കൊടുക്കുക. ഇതൊന്നും ഇന്ന് സമുദായത്തിലില്ല. മാപ്പ് എന്ന് പറയുന്ന പരിപാടിയില്ല. ഒരാൾ കൊന്നാൽ തിരിച്ചു കൊല്ലുക, ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലുക. പകരത്തിന് പകരം നമ്മൾ പോകരുത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, നാളെ സ്വർഗത്തിൽ പോവാൻ എളുപ്പമുള്ളത് ഹിസാബ് കുറഞ്ഞ ആളുകൾ 3 വിഭാഗക്കാരാണ്. ഒന്നാമത്തത് ഫൽയഅഫു അമ്മൻ ലലമഹു, ആരെങ്കിലും നമ്മെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവനെ മാപ്പ് ചെയ്തു കൊടുക്കുക. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലേ, സത്യം മനസ്സിനകത്തില്ലാത്തത് കൊണ്ടല്ലേ അയാൾ ചെയ്തത്. നമ്മളൊരു ഭ്രാന്തനടിച്ചാൽ തിരിച്ച് നമ്മൾ പ്രഹരിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ സത്യം അറിയാത്ത ഒരാൾ ആക്രമിച്ചു പോയതിന്റെ പേരിൽ ഇല്ല, ഞാനില്ല. ഗഫൂറായ അഫുവായ വഫാറായ പടച്ചതമ്പുരാന്റെ സ്വഭാവമാണ് എന്നിലുണ്ടാവേണ്ടത്. ഞാനില്ല നിന്നെ തിരിച്ചക്രമിക്കാനെന്ന് പറയുന്നവർക്ക് നാളെ കുറഞ്ഞ വിചാരണ മാത്രമായിരിക്കുമെന്ന്. നമുക്ക് കിട്ടേണ്ട അവകാശത്തെ തടഞ്ഞു വെച്ചവനായാലും എന്റെ കയ്യിൽ വരുമ്പോ അവന് പോയി കൊടുക്കുന്ന ആളുകൾ. ഇന്നലെ അവൻ എന്നെ സഹായിച്ചില്ല, ഇന്നലെ അവൻ ഞാൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോ ബൈക്കിൽ ലിഫ്റ്റ് തന്നില്ല, ഇന്ന് അയാൾ നടക്കട്ടെ എന്നല്ല. എന്റെ മനോഹരമായ കാറിൽ ഞാൻ യാത്ര ചെയ്യുമ്പോ അയാൾ നട്ടുച്ചക്ക് നടന്നു പോകുമ്പോ ഞാൻ അയാളെ കയറ്റിയിരുത്തുന്നത്. വയസിൽ മൻ ഖതാഹു, കുടുംബക്കാർ എന്നോട് പിണങ്ങിയാലും നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞാൻ മിണ്ടുമെന്ന് പറഞ്ഞു പോയവർ ഇവരാണ് നാളെ, ഇവർക്കാണ് നാളെ അള്ളാഹു സ്വർഗം നൽകാൻ തയ്യാറായി നിൽക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം ഹബീബ് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അന്നബി കബശർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സലാസുൻ ഉഖ്സിമു അലൈഹിന്ന ഉഹദ്ദിസുകും ഹദീസാ. ഞാനിനി പറയാൻ പോകുന്ന 3 കാര്യം സത്യം ചെയ്തുകൊണ്ട് പറയുന്നു നിങ്ങളോട്. ഫഹ്ഫളു, അതിനെ സൂക്ഷിക്കണേ. ജീവിതത്തിന്റെ സമയ എല്ലാ മേഖലകളിലും ഇതൊന്ന് സൂക്ഷിക്കണേ. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ ഇന്നത്തെ ഇരുത്തം മുതലായി. ഒന്നാമത്തത് മാനഖസമാലും മിൻ സദഖ, ഒരാളും പിരിവ് കൊടുത്തിട്ട് നഷ്ടത്തിൽ പെട്ടുപോയിട്ടില്ല. ഒരാളും തന്നെ മജ്ലിസുന്നൂറിലേക്ക് ആയിരങ്ങൾ ബദരീങ്ങളുടെ സഹായത്തിന് വേണ്ടി മരണസമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇബ്ലീസുൽ ലഈന്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞൊരാൾ ചെയ്ത സദക്ക അയാളുടെ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അക്കൗണ്ടിൽ ഒരു കുറവും വരുത്തില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കാതെ പിടിച്ചു വെച്ച ഒരാളും മതിമറന്ന് അക്കൗണ്ട് അങ്ങ് പൂത്തുലഞ്ഞിട്ടുമില്ല. അള്ളാഹുവാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പടച്ചതമ്പുരാനാണ് അതിനെ നിലനിർത്തുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, സദഖ ചെയ്തിട്ട് ഒരാളും നഷ്ടക്കാരിൽ പെട്ടുപോയിട്ടില്ല. വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അല ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖർ. ഒരാൾ യാചന നടത്തി ബെഗ്ഗിങ് നടത്താൻ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് യാചനയുടെ വാതിൽ തുറന്ന ഒരാൾക്ക് പിന്നെ അള്ളാഹു ദാരിദ്ര്യത്തിന്റെ അതിലും വലിയ വാതിലല്ലാതെ തുറന്നു കൊടുക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാചന നടത്തിയിട്ട് ഒരാളും പണക്കാരനായിട്ടില്ല. അയാൾക്ക് ഐശ്വര്യത്തിന്റെ കവാടം പടച്ചതമ്പുരാൻ തുറന്നു കൊടുക്കില്ല. യാചന തുടങ്ങിയാൽ പിന്നെ ദാരിദ്ര്യത്തിന്റെ പുതിയ മേഖലകളാണ് അയാളെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കുക എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമതായിട്ട് റസൂൽ സമുദായത്തിനോട് സത്യം ചെയ്ത് പറഞ്ഞത്, വമാ ളുലിമ അബ്ദും മളലമ സബറ അലൈഹാ ഇല്ലാ സാദല്ലാഹു ബിഹാ അൽ ഇസ്സാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കനിഞ്ഞു നൽകിയ ശരീരത്തെ ഒരാളങ്ങ് കൊന്നു കളഞ്ഞാൽ, അല്പം പോലും മനസ്സിനകത്ത് കരുണയില്ലാത്തവർ വന്ന് ശിരസ്സങ്ങ് ഛേദിച്ചു കഴിഞ്ഞാൽ, ആ കുടുംബക്കാര് അല്ലെങ്കിൽ അയാളോ അല്ല ഉപദ്രവം ഏൽപ്പിച്ചതിന് ശേഷം പ്രതികാരമെടുക്കാതെ ക്ഷമിച്ചു നിന്നാൽ അള്ളാഹു അയാൾക്ക് പ്രതാപം വർദ്ധിപ്പിക്കുകയാ ചെയ്യുന്നത്. ഇന്നങ്ങനെയല്ല. കുടുംബത്തിൽ ഒരാളെ കൊന്നുകളഞ്ഞാൽ, പാർട്ടിയിൽ ഒരാളെ വധിച്ചു കളഞ്ഞാൽ, നേതാക്കന്മാരടക്കം വരമ്പത്ത് കൂലി കൊടുക്കണേ എന്ന് പറയുന്ന സാഹചര്യം വന്നുപോയാൽ ആ പാർട്ടിയുടെ അധപതനമാണെന്ന്, ആ പാർട്ടിയുടെ ഡിപ്രഷൻ തുടങ്ങിപ്പോയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനല്ല പറയുന്നത്,
എന്നെയല്ല കണ്ണുരുട്ടി നോക്കേണ്ടത്. അള്ളാന്റെ ഹബീബ് പറയാണ്, ഇല്ലാ സാദല്ലാഹു ബിഹാ അൽ ഇസ്സ. മാപ്പ് ചെയ്ത് കൊടുക്കുന്നവർക്കാണ് നാളെ പുതിയ സ്റ്റെപ്പിലേക്ക് കാലുവെക്കാൻ പറ്റിയ, പുതിയ പുതിയ മേഖലകളെ കീഴടക്കാൻ പറ്റിയ. ഒരാൾ ആക്രമിച്ചിട്ട് അയാൾ മാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, അയാൾ വിട്ടുകൊടുക്കുമ്പോഴാണ് അയാൾക്ക് വലിയ പ്രതാപം പിന്നീട് കടന്നു വരുന്നത്. അതിന് പ്രതികാരമെടുത്താൽ, അതിന് വേണ്ടി ആളെ സംഘടിപ്പിച്ചാൽ, അതിന് വേണ്ടിയിട്ട് പിന്നാലെ പ്രവർത്തിച്ചാൽ അന്ന് തുടങ്ങും അവരുടെ അധപ്പതനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ അസ്ബഹ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി രാവിലെ ആയാൽ നബി മൂസൽ അശ്അരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രാവിലെ ആയാൽ ഇബ്ലീസ് ഒരു യോഗം വിളിച്ചു ചേർക്കുമെന്നാണ്. എല്ലാ ചെറിയ ശൈത്താന്മാരും, ആ സംഘടനയിലുള്ള മുഴുവൻ ശൈത്താനുകളും, ഇബ്ലീസിന്റെ അനുയായികൾ, ഔലിയാക്കൾ എല്ലാം ആ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് മൻ അഖദൽ യൗമൽ മുസ്ലിമാ, എല്ലാവരെയും ഓരോ ഭാഗങ്ങളിലേക്ക് പുതിയ ഡ്യൂട്ടികൾ കൊടുത്ത് പറഞ്ഞേക്കുന്നുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്ത് കൊലപാതകം നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന നേതാവ് അതാരാണ്? അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. എന്നാൽ കൊലപാതകം നടത്തുന്നവർ അതിൽ മെമ്പർഷിപ്പ് ഉള്ളവരും. അങ്ങനല്ലേ? ഇബ്ലീസിനാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കണേ എന്ന ആഗ്രഹമുള്ളത്. ഇബ്ലീസ് രാവിലെ യോഗൊക്കെ വിളിച്ചിട്ട് കുട്ടികളോട് പറയും, അവിടെ എവിടെയൊക്കെ പോയിക്കോളൂ. എന്നിട്ട് ഒരു മുസ്ലിമിനെ ഒരാൾ വഷളാക്കി നിന്ദിച്ച് കൊലപാതകം നടത്തി പരിഹസിച്ച് കടന്നു വന്നാൽ ഞാൻ വൈകുന്നേരം അവന് താജൻ, കിരീടം നൽകുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്റെ അനുയായികൾക്ക് ഓഫർ കൊടുക്കുക. ഇബ്ലീസ് പറയും, അനുയായികളെ പോവണേ, ഒരു മുസ്ലിമിന്റെ അടുത്ത് ചെന്ന് അവനെ പരസ്പരം തെറ്റിക്കണം, അവരുടെ പാർട്ടിയിൽ വിഭിന്നങ്ങളായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. യോഗങ്ങളിലേക്ക് ഇബ്ലീസ് കടന്നു വരുമെന്നാണ്. പുതിയ പുതിയ ആശയങ്ങൾ, ഒരാൾ പറയുന്നത് അംഗീകരിക്കാത്ത പുതിയ ആളുകൾ ഇറങ്ങി വരുമ്പോഴേക്ക് ഒരേ മനത്തോടെ കയറിപ്പോയി തിരിച്ചു വരുമ്പോ ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് ഓരോ കോണുകളിൽ വിവിധ ചർച്ചകൾ നടത്തി തിരിച്ചു വരുന്നിടത്ത് ഇബ്ലീസ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് പോകുമ്പോ ഓഫർ കൊടുക്കുന്നത് മക്കൾക്ക്. മക്കളെ തിരിച്ചു വരുമ്പോ മുസ്ലിമായ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയിട്ട്, ഒരാളെ കൊന്നിട്ട്, കുടുംബത്തെ തെറ്റിച്ചിട്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ ഭിന്നിപ്പിച്ച് തിരിച്ചു വന്നാൽ അൽബസഹുത്താജ്, ഞാൻ നിങ്ങൾക്ക് കിരീടം നൽകുമെന്ന്, പൊന്നാടായിട്ട് സ്വീകരിക്കുമെന്ന് ഓഫർ കൊടുക്കുമ്പോ വൈകുന്നേരം വന്ന് ഓരോരുത്തർ പറയും, ഞാൻ ഇന്ന് കുറച്ചാളുകളെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, കുറച്ചാളുകളെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു, കുറച്ചാളുകളെ സിനിമ കാണാൻ കൊണ്ടുപോയി, ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ചർച്ചയിലൊന്നും ഇബ്ലീസിന് ഒരു മനവുമില്ല, ഒരു ശ്രദ്ധയും ഇബ്ലീസ് കൊടുക്കുന്നില്ല. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരം വന്നിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ അവതരണത്തിൽ ഇബ്ലീസിന് ഒരു ശ്രദ്ധയുമില്ല. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ഒരു കുട്ടി ശൈത്താൻ പറയുന്നത്, ഞാൻ ഇന്നൊരു മുസ്ലിമിനെ തെറ്റിച്ചു. നീ തെറ്റിച്ചുവോ? അടുത്തേക്ക് വിളിച്ചിട്ട് ഫയുജ്ലിസുഹു അലാ ഫഖദിഹി, തുടക്ക് മുകളിലങ്ങാ കുട്ടിയെ ഇരുത്തിയിട്ട് പറയും, വയുൽബിസുഹു താജ, കിരീടം ധരിപ്പിച്ച് പറയും, ഹുവ വലദി, ഇവനാണ് എന്റെ കുട്ടി എന്ന് പറഞ്ഞ് സ്വീകരിക്കുമെന്ന്. അല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? ഇബ്ലീസ് പറയാൻ, ഒരു കുട്ടി പറയും, ഞാൻ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി, ഒരു മുഅ്മിനിനെ കൊല ചെയ്യിപ്പിച്ചിട്ടാ ഞാൻ വന്നത്, ഞാൻ വിജയിച്ചു, ഇവിടെ വാ എന്ന് പറഞ്ഞവനെ തന്റെ സീറ്റിൽ ഇരുത്തുകയും തന്റെ തൊടയിലെടുത്തിരുത്തുകയും താജ് ധരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് മറ്റുള്ളവരോട് പറയും, ഹാദാ വലദി ഹുവ വലദി, ഇവനാണ് എന്റെ ആൺകുട്ടി എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇബ്ലീസിന്റെ കെണിവലയത്തിൽ കുടുങ്ങിപ്പോവരുത്. വഹ്ശി എന്ന തന്റെ പിതൃവ്യനെ വധിച്ച വഹ്ശി എന്നവരെ പോലും അള്ളാന്റെ ഹബീബ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ടെൻഷൻ വഹ്ശിയെ കാണുമ്പോ, വഹ്ശി നീ എന്റെ പിതൃവ്യനെ കൊന്നുകളഞ്ഞല്ലോ, എന്നാലും മാപ്പ് കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൊലപാതകങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. അത് മഹാപാതകം തന്നെയാണെന്ന തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാവട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. സ്വപ്നം പറയാൻ പേടിയാണ്, ഇത് അസലുള്ളതാണ്.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കിടക്കുന്നതാണ്. സ്വപ്നം പറഞ്ഞിട്ട് സംഘടന വളർത്തുന്നവരൊക്കെയുള്ള കാലത്ത് പേടിയാണ്. അതുകൊണ്ട് അതിന്റെ അസ്ല് പറയാതിരിക്കാം നിർവാഹമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറക്ക് ശേഷം ഖിയാമിന് ശേഷമുള്ള അവസരങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒരിക്കലും ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ അതിങ്ങനെ നോക്കുമ്പോഴുണ്ട്, വറഅയ്തു ജീഫതൻ മുൽഖാതൻ അലാ ജിസ്രി ജഹന്നം, നരകത്തിന്റെ പാലത്തിന്റെ മുകളിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പാലത്തിന്റെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു മാലാഖമാരോട്, സ്വപ്നത്തിലാണ് ഈ കഥ, മൻ ഹാദാ, അതാരുടെ ഡെഡ് ബോഡിയാണ്? ഖീല, എന്നോട് പറഞ്ഞു, ഹുവൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ 1.5 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നുകളഞ്ഞ, മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ ഹജ്ജാജ് എന്ന അക്രമകാരിയായ ഭരണാധികാരിയുടേതാണ് ഈ കാണുന്ന ശവം. മാ ഫഅലല്ലാഹു ബിക, ഞാൻ അടുത്ത് ചെന്നിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹജ്ജാജ്, ഹജ്ജാജ് എന്നവരെ, ഹജ്ജാജ് എന്നവരെ, ഹജ്ജാജ് എന്നവരെ എണീക്കണേ. മാ ഫഅലല്ലാഹു ബിക, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ചെയ്യാൻ, ഇങ്ങനെ ശിക്ഷിക്കാൻ കാരണമെന്ത്? എന്നോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നവർ പറഞ്ഞു, സ്വപ്നത്തിലാണ്, ഖതലനി സബാനിയ, നരകമാലാഖമാരെന്നെ കൊന്നുകളഞ്ഞു, ബികുല്ലി ഖത്ലത്തിൻ മിഅത ഖത്ല, 1.5 ലക്ഷം ഞാൻ മുസ്ലിമീങ്ങളെ കൊന്നിട്ടുണ്ട്. അതിൽ ഒരാളെ കൊന്നതിന് പകരം സബാനിയാക്കൾ എന്നെ ഒരാൾക്ക് പകരം 100 തവണ കൊന്നു എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നവർ പറഞ്ഞല്ലോ, അക്രമകാരിയായ ഭരണാധികാരി. എന്നാൽ വഖതലനി ബി സഈദ് ഇബ്നു സൈദ്, സഈദ് ഇബ്നു സൈദ് എന്ന സഹാബിയെയും ഞാൻ വധിച്ചിട്ടുണ്ട്. അതിന് പകരമായി സബാനിയാക്കൾ എന്നെ 100,000 ഖത്ല, 1,00,000 തവണ കൊന്നിട്ടുണ്ട് എന്നെ. അങ്ങനെ ആർക്കും വേണ്ടാതെ എന്നെ ഒരാൾക്ക് പകരം 100 തവണയും സയ്യിദ് ഇബ്നു സൈദ് എന്ന സഹാബി വര്യന് പകരം എന്നെ 1,00,000 തവണയും കൊന്നു, എന്നെ വലിച്ചെറിഞ്ഞതാണ് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നവർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരോട് പറഞ്ഞു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് കൊല നിസ്സാരമല്ലെന്ന്, കൊല ചെയ്ത ആളുകളെ, കാബാലികരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വേദനിക്കുന്നവരെ, ഈ സദസ്സിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞോട്ടെ, ആര് രക്ഷപ്പെട്ടാലും നിങ്ങളുടെ മനസ്സിനകത്ത് ആ കാബാലികരെ പിടിക്കാനും, എല്ലാവരുടെ മനസ്സിനകത്തും ഒരു സ്ഥലത്ത് ഫിത്ന നടന്നാൽ അവിടെ സമാധാനം കാണാനും പച്ച ഹൃദയമിടിപ്പുള്ള ഒരാളുടെ ആഗ്രഹമാണ്, റബ്ബേ സമാധാനം പുലരണമെന്ന്. നിയമ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന്. പക്ഷേ നിയമത്തിന്റെ ഊടുവഴികളിലൂടെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രിയ സഹോദരനെ കൊന്ന കാരണത്താൽ ഒരാളെ കൊലക്ക് പകരം 100 തവണ അല്ലാഹുവിന്റെ നീതിയുള്ള കോടതിയിൽ കൊല്ലുമെന്ന വിശ്വാസത്തോടെ എല്ലാവരും മനസ്സിന് ക്ലിയറാക്കണേ. ഒന്ന് സമാധാനത്തിന്റെ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണേ. വഖതലനി ബിസഈദ് ഇബ്നു സൈദ് 100,000 ഖത്ല, ഏറ്റവും പ്രധാനപ്പെട്ട സഈദ് ഇബ്നു സൈദ് എന്നവരെ കൊന്നുപോയ കാരണത്താൽ ഹജ്ജാജ് എന്നവർ പറയുന്നു, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബാനിയാക്കളെ കൊണ്ട് 1,00,000 തവണ എന്നെ കൊല്ലിച്ചിട്ടുണ്ട്. ആ ഒരു ശിക്ഷ പടച്ചവന്റെ കോടതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൊന്നിട്ട് അല്പത്തരം കൊന്നതിന് ശേഷം അതിന്റെ അവസരവാദത്തിലൂടെ ഞാനാ കൊന്നതെന്ന്, ഇന്ന സംഘനെയാണ് കൊന്നതെന്ന് ആരാണോ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അയാളിൽ നിന്ന് പോലും പടച്ച തമ്പുരാൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സ്വറഫൻ വലാ അദ്ലാ, അവന്റെ സുന്നത്ത് നിസ്കാരം പോലും അവന്റെ ഫർള് നിസ്കാരം പോലും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ലെന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ, ഏതെങ്കിലും ഒരു തരത്തിൽ കൊലയാളിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയവന് പോലും
കൊലക്കുറ്റം ഏറ്റെടുത്തവന് പോലും, അവന് ഒളിച്ചിരിക്കാൻ സഹായിച്ചവനെ പോലും, അവന് വാഹനം കൊടുത്തിട്ട് സഹായിച്ചവരെ പോലും, അവന് നിയമതലത്തിൽ സഹകരിച്ച അഡ്വക്കേറ്റ്സ്മാർക്ക് പോലും, അവന് വേണ്ടി വാദിച്ച വക്കീലുമാർക്ക് പോലും, അവന് വേണ്ടി ഒരു കോളെങ്കിലും വിളിച്ച MLA-മാർക്ക് പോലും നാളെ പടച്ച തമ്പുരാൻ ലാ യുഖ്ബലുല്ലാഹു മിൻഹു സറഫൻ വലാ അദ്ലാ. അയാള് മുസ്ലിമാണെങ്കിൽ അയാളെ നിസ്കാരം പിന്നെ ബ്രദാവിലാണെന്ന് റസൂലുള്ളാഹ്. സമാധാനദാഹിയായ പടച്ച തമ്പുരാൻ, കാരുണ്യവാനായ ജഗനിയന്താവായ പടച്ച തമ്പുരാൻ, അവൻ ഇഷ്ടമുള്ളതിനെ വിച്ഛേദിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങളെ ട്രസ്പാസ് ചെയ്ത് ആര് കടന്നുപോയാലും അവന് നാളെ പടച്ചവന്റെ കോടതിയിൽ നീതി ലഭിക്കില്ലെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിന് പോകുമ്പോ ഹബീബ് വിശദീകരിച്ചത്, നിങ്ങൾ ഈത്തപ്പനകളെ വെട്ടി നശിപ്പിക്കരുത്, അബലരായ സ്ത്രീകളെ വധിക്കരുത്, പാടില്ല പാടില്ല. ഒരു കൊല ഒഴിവാക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ്, അത്രയും സൂക്ഷ്മതയോടെ നിയമങ്ങളെ പാസ് ചെയ്തവരാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക യുദ്ധങ്ങളിൽ ചരിത്രങ്ങളിൽ കാണാം, അവിടുത്തെ സഹാബിമാര് വാളേന്തിയത് പോലും ഇടത് കൈയിലാണ്. ആവേശം കിട്ടാൻ വലത് കൈയിലല്ല അവർ വാള് പിടിച്ചത്, ഇടത് കൈയിലാണെന്ന് പോലും ചരിത്രത്തിലുണ്ട്. വെട്ടി വെട്ടി അന്യ ആളുകളുടെ ശിരസ് ഛേദിക്കലോ അവന്റെ രക്തം താഴെ ഒഴുകുന്നത് കാണലോ അല്ല. അല്ലാഹ് സമാധാനദാഹിയായ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നത് യുദ്ധം നടക്കാതിരിക്കണേ എന്നാണ്. രണാങ്കണത്തിൽ കയറി പോരുമ്പോ മരിച്ചു കിടക്കുന്ന രണ്ട് ശത്രുപക്ഷത്തിലെ ആളുകൾ അരികിലൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരുണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്ന ശത്രുപക്ഷത്തിലെ 2 പേരുടെ ഭാര്യമാർ അരികത്ത് കടന്ന് കരയുമ്പോ സഹാബിമാർ അവർക്കിടയിലൂടെ ഒരു മൈൻഡും ചെയ്യാതെ ശ്രദ്ധിക്കാതെ കയറിപ്പോന്നപ്പോഴാണ് റസൂല് ചോദിച്ചത്, അള്ളാന്റെ ഹബീബ് ചോദിച്ചത്, നിങ്ങളുടെ ഹൃദയത്തിലും അള്ളാഹുവിന്റെ റഹ്മത്ത് വറ്റിപ്പോയോ സഹാബത്തെ? നിങ്ങൾ കൊന്നതാണെങ്കിലും ആ ഭാര്യമാരുടെ കരച്ചിൽ നിങ്ങളുടെ മനസ്സിൽ റഹ്മത്തുണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാന നാളാകുമ്പോ യക്സുറുൽ ഹറജ് വർദ്ധിക്കുമെന്നാണ്. ഇത് കുറയാൻ പോകുന്നില്ല, കൊല ഇനിയും നടക്കുമെന്നാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലത് വേണ്ട, നമ്മുടെ സംസ്ഥാനത്ത് അത് വേണ്ട, നമ്മുടെ മഹല്ലിൽ അത് വേണ്ട. ഒരു മെയ്യോടെ ഒരു മനസ്സോടെ ജീവിച്ചുകൊണ്ട് അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്, സംഘം ചേർന്ന് നിൽക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ബലം തരുന്നത്. ഭിന്നിച്ച് നിന്ന് ആളുകൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഒരൊറ്റ വാക്കുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. എന്നാൽ ആ മുറിവുണക്കണമെങ്കിൽ വലിയ പ്രയാസം തന്നെ നേരിടേണ്ടി വരും. എത്ര ചുമരുകളാണ് നമ്മുടെ മദ്രസകളിൽ വന്നു ചേർന്നത്, എത്ര പള്ളികളാണ് നമ്മുടെ എല്ലാ കേരളത്തിലെ മുക്കുമൂലകളിൽ കടന്നു വന്നത്. ഒരു കാലത്ത് നമുക്കൊന്നൊന്നിക്കാൻ തൗഫീഖുണ്ടായാൽ, അള്ളാഹുവിന്റെ ഇറാദത്ത് സംഭവിച്ചു പോയാൽ ഈ പള്ളികൾ നമ്മൾ എന്താ ചെയ്യുക? ആരാണതിന് ചുക്കാൻ പിടിച്ചത്? ആരാണതിന്റെ ജുഹ ചലിപ്പിച്ചത്? ആരാണതിന് ഓർഡിനൻസ് കൊടുത്തത്? ആരാണ് ആ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ പ്രസംഗിക്കാൻ വന്നത്? അവരൊക്കെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരില്ലേ? ഞാനും നിങ്ങളും പിന്നെ അങ്ങ് ഒരുമിച്ച് ചേർന്ന് വയല് കേട്ട് നന്നായി ഒരുമിച്ച് ചേർന്ന് പടച്ചവനിലേക്ക് മരിക്കണല്ലോ എന്ന ബോധത്തോടെ, ചെല്ലണല്ലോ എന്ന ബോധത്തോടെ ഒന്നായാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച 2ാമത്തെ പള്ളിയിൽ നിന്ന് ആരാ ഉത്തരം പറയാ? ആരാണതിന് മറുപടി പറയാ? 2 ജുമുഅ വീണ്ടും നടത്താൻ പറ്റുമോ? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അള്ളാന്റെ റസൂല് പറഞ്ഞോട് സഹാബിമാര് ചോദിച്ചു, ഹബീബേ, ഒരു മുസ്ലിമിന് അയകൂനുൽ മുഅ്മിനു ജബ്ബാന, ഒരു മുഅ്മിനിന് ഭീരുവാകാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നഅം, ഒരു മുഅ്മിനിന് വേണമെങ്കിൽ പേടിയുള്ള ആളാകാം, ഭീരുവായി മാറാം, പ്രശ്നമൊന്നുമില്ല. അയകൂനുൽ മുഅ്മിനു ബഖീല, ഒരു മുഅ്മിനിന് ബഖീലാവാൻ പറ്റുമോ? നബി പറഞ്ഞു, നഅം, അതിനെന്താ സാധ്യതയുണ്ടല്ലോ. എന്നാൽ യകൂനുൽ മുഅ്മിനു കദ്ദാബാ, ഒരു മുഅ്മിനിന് കളവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ സഖാക്കൾ. ആ സമയത്ത് റസൂല് പറഞ്ഞു,
ഒരിക്കലും ഒരു മുഅ്മിനിന് കളവ് പറയാൻ പറ്റില്ലെന്ന്, ഒരു മുഅ്മിനായ ആൾക്ക് കളവ് പറയാൻ പറ്റില്ലെന്ന്. എന്നാൽ ഒരേ ഇന്റർവ്യൂവിൽ, അരമണിക്കൂറുള്ള ഇന്റർവ്യൂവിൽ തുടങ്ങിയത് മുതൽ മാറ്റി മാറ്റി പറയുന്ന അഭിനവ തലക്കെട്ടുകാര ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് അവരുടെ വായുകളിലൂടെ കടന്നു വരുന്നത്. ശ്രദ്ധിക്കണേ, ആരായിരുന്നാലും അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലയേക്കാളും വലിയ പ്രശ്നമാണ് നാട്ടിൽ ഛിദ്രതയുണ്ടാക്കുക എന്നത്. എന്റെ വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ട് പറയുന്നത് മാത്രമാണ്. പടച്ച റബ്ബേ, നന്മയോടെ വർത്തിക്കാനും തന്റെ അയൽവാസിയോട് പോലും നന്മ ചെയ്യാനും അമുസ്ലിങ്ങളോട് പോലും സഹവർത്തിത്വത്തോടെ പെരുമാറാനും പഠിച്ച ഹബീബിന്റെ അനുയായികളായ നമ്മൾക്ക് ആ ശരീഅത്തിന്റെ നിയമങ്ങളിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് കേട്ടതൊക്കെ അവന്റെ പൊരുത്തപ്പെട്ട അമലിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.